ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിരൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ പ്രിലിംസ് പെർസ്പെക്റ്റീവിലും മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള ന്യൂസുകളെ അനലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് സമയം കളയാതെ തന്നെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ റിലേറ്റഡ് ടു ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിലെ കറന്റ് സിനേറിയെ കുറിച്ചിട്ടാണ്. സ്റ്റോപ്പ് ദ സ്ലട്ടർ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ളൊരു ഹെഡിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അവിടെ തന്നെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പോളിസി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കറന്റ് എന്താണ് ചെയ്യുന്നത്? US ഇതിന് മീഡിയേഷൻ വഹിക്കുവാനായിട്ടുള്ള ചില പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് കയറി വന്ന നമ്മളുടെ ട്രംപ് ഗവൺമെന്റ് ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ സൈഡിലൂടെ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇസ്രായേൽ ആൻഡ് പാലസ്തീൻ കോൺഫ്ലിക്റ്റിന്റെ ചരിത്രം എന്താണെന്ന് ബേസ് തുടങ്ങി നമുക്ക് അനലൈസ് ചെയ്യാം. ഇത് ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമായിരിക്കും. കറന്റ് അഫയേഴ്സിൽ വന്നിട്ടുള്ളത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇത് സ്റ്റുഡൻസ് നോക്കിയിട്ടുണ്ടാവും. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി ആദ്യം മുതൽ ഹിസ്റ്ററിയിലൂടെ പറഞ്ഞു പോകാം. ഓക്കെ, അതിനു മുൻപ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ഇസ്രായേൽ പാലസ്തീൻ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതിന്റെ മാപ്പ് അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ പൊസിഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. എവിടെയാണ് ഇസ്രായേലും പാലസ്തീനും കിടക്കുന്നത്? ഇതാണ് ഇസ്രായേലിന്റെ ഒരു പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. ഇതിൽ 3 സ്ഥലങ്ങൾ അല്ലെങ്കിൽ 2 സ്ഥലങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പത്രത്തിൽ കേട്ടിട്ടുണ്ടാവും. എവിടെയാണ്? ഗാസയാണ് ഒന്നാമത്തെ സ്ഥലം, ദെൻ വെസ്റ്റ് ബാങ്ക്, ദെൻ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് പത്രമൊക്കെ വായിക്കുന്നവർ കേട്ടിട്ടില്ലാത്തൊരു സ്ഥലമായിരിക്കും ഈ ഗോലൻ ഹൈറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ 3 സ്ഥലമാണ് ഈ പിക്ചറിൽ പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 3 സ്ഥലമാണ് പാലസ്തീൻ അധിനിവേശ പ്രദേശം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാലസ്തീന്റെ മെയിൻ ലാൻഡ് എന്ന് പറയുന്നത് ഈ 3 പ്രദേശമാണ്. ഇസ്രായേല് ഈ ലെങ്ത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഈ ഹൈറ്റിൽ കിടക്കുന്ന യെല്ലോ മാർക്ക്ഡ് ഏരിയയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പാലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ലെങ്ത്തിൽ അല്ലെങ്കിൽ ഒരു ഫുൾ സ്ട്രെച്ചിൽ കിടക്കുന്ന കൺട്രി അല്ല, ഫുൾ സ്ട്രെച്ചിൽ കിടക്കുന്ന സ്ഥലമല്ല. അതിന് പല പല ഭാഗങ്ങളായിട്ട് വിണ്ടാണ് ഈ പാലസ്തീൻ കിടക്കുന്നത്. എവിടെയൊക്കെ കിടക്കുന്നുണ്ട്? ഗസ എന്ന് പറയുമ്പോൾ എന്തിലാണ്? നമ്മളുടെ മെഡിറ്ററേനിയൻ സീയിലേക്ക് നോക്കിക്കൊണ്ടുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ തൊട്ട് ഇപ്പുറത്തെ സൈഡിലാണ്. മനസ്സിലായോ? ഈ ലൊക്കേഷനുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെസ്റ്റ് ബാങ്ക് എവിടെ കിടക്കുന്നു? ദെൻ ഗോലൻ ഹൈറ്റ്സ് എന്ന് പറയുമ്പോൾ തൊട്ട് മുകളിലാണ്. എവിടെ? സിറിയനോടും ലെബനനോടും ചേർന്നുകൊണ്ടാണ് ഗോലൻ ഹൈറ്റ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ചുറ്റുമുള്ള കൺട്രീസിനെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇസ്രായേലിന് ചുറ്റും ഏതൊക്കെ രാജ്യങ്ങളുണ്ട്? ഈജിപ്ത് ഉണ്ട്, ജോർദാൻ ഉണ്ട്, സിറിയയുണ്ട്, ലെബനൻ ഉണ്ട്. ഇങ്ങനെ 4 രാജ്യങ്ങളായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന കൺട്രിയാണ് ഇസ്രായേലും നമ്മളുടെ പാലസ്തീനും. ഈ 4 രാജ്യങ്ങളും ഈ പ്രത്യേകത നോക്കി, നമ്മളുടെ പാലസ്തീൻ ഈജിപ്തുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ഗാസ സ്ട്രിപ്പ് കിടക്കുന്നത് എവിടെയാ? ഗാസ സ്ട്രിപ്പ് കിടക്കുന്നത് വെസ്റ്റേൺ സൈഡിലാണ്. ഇസ്രായേലിന്റെ വെസ്റ്റിലാണ് ഗാസ സ്ട്രിപ്പ് കിടക്കുന്നത്. അവിടെയാണ് ഇപ്പോ കറന്റ് യുദ്ധങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ ഒരു 23 ലക്ഷത്തോളം ആളുകളുണ്ട് ആ ഒരു കുഞ്ഞി പ്രദേശത്ത്. സോ അവിടെയാണ് കറന്റ് യുദ്ധങ്ങൾ ഇപ്പോ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ജോഗ്രഫി നമ്മൾ മനസ്സിലാക്കി. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം നെക്സ്റ്റ് സ്ലൈഡിലേക്ക് വരുമ്പോൾ. എന്നിട്ട് നിങ്ങൾ ഈ ജോഗ്രഫി നിങ്ങൾക്ക് മനസ്സിൽ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ, മനസ്സിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഗസ എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഒരു ട്രയാങ്കിൾ നിങ്ങൾ വരച്ചിട്ട് എവിടെയൊക്കെ ഇത് ഐഡന്റിഫൈ ചെയ്യും എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് ഈ ഗസയും അല്ലെങ്കിൽ നമ്മളുടെ പാലസ്തീനും ഇസ്രായേലും യുദ്ധത്തിലായത്? പാലസ്തീൻ ഇസ്രായേൽ എന്ന് പറയുന്നത്, ഇസ്രായേൽ ഒരു വാഗ്ദത്ത ഭൂമിയാണ്. വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മതങ്ങളുടെ ജന്മസ്ഥലമാണ് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതൊക്കെയാണ് 3 സ്ഥലങ്ങൾ? ഒന്ന് ക്രിസ്ത്യാനിറ്റി, ദെൻ ജുദായിസം, ദെൻ മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ. അങ്ങനെ 3 മതങ്ങളുടെ ജന്മഭൂമിയാണ് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അബ്രഹാമിക് റിലീജിയൻ ആണ് ഈ 3 മതം. സോ ഇവരുടെയൊക്കെ ഒരു പാസ്റ്റ് ഏകദേശം കോമൺ ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ പ്രദേശത്തേക്ക് അധിനിവേശങ്ങൾ വരുന്നു. മനസ്സിലായോ? ഇപ്പോ ബൈബിളിലെ 2ാമത്തെ പുസ്തകമുണ്ട്, അതായത് 2ാമത്തെ
ബുക്കിന്റെ പേര് എക്സോഡസ് എന്നാണ്, അല്ലെങ്കിൽ പുറപ്പാട് എന്നാണ്. അതായത് കാനാൻ ദേശം അവകാശമാക്കാൻ വേണ്ടിയിട്ട് ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത ഒരു ജനതയുടെ കഥ പറയുകയാണ് നമ്മളുടെ ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകമായിട്ടുള്ള എക്സോഡസ് അല്ലെങ്കിൽ പുറപ്പാട്. ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു പോകുന്നു, ആ കഥ പറയുന്നതാണ് പുറപ്പാട് എന്ന് പറയുന്ന പുസ്തകം. മനസ്സിലായോ? അവർ എങ്ങടേക്കാ പോകുന്നത്? ഈ ഇസ്രായേൽ ദേശത്തേക്കാണ് അവർ പോകുന്നത്. മനസ്സിലായോ? അപ്പോ 3 മതങ്ങൾക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഇസ്രായേൽ പ്രദേശം എന്ന് പറയുന്നത്. 3 മതങ്ങൾക്കും അവിടെ ആരാധനാലയങ്ങളുണ്ട്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് ഇവര് ചിതറിപ്പോവുകയാണ്. പല പല രാജാക്കന്മാര് അവിടെ ഭരിക്കുന്നുണ്ട്. അലക്സാണ്ടർ ഭരിക്കുന്നുണ്ട്, ദെൻ ഡാറിയസ് ദ ഗ്രേറ്റ് ഭരിക്കുന്നുണ്ട് അതിന് മുൻപ്. അങ്ങനെ ഓരോ രാജ്യക്കാരും ഓരോ എംപയേഴ്സും അവിടെ വന്ന് ഭരണം ഉറപ്പാക്കുന്നുണ്ട്. അവരാരും അവിടെ സ്ഥിരമായിട്ട് നിയന്ത്രിക്കുന്നില്ല. അതാണ് പ്രശ്നം. സോ എന്ത് പറ്റും? ഒരു രാജാക്കന്മാർ വരുമ്പോ അവിടെ താമസിക്കാൻ പറ്റാത്തവര് ചിതറിയോടും. ജൂതായുസത്തിലുള്ളവരാണെങ്കിൽ അവര് ചിതറിയോടും. അതിനെതിരെയുള്ളവരാണ് വരുന്നെങ്കിലോ മുസ്ലിങ്ങൾ ചിതറിയോടും, അല്ല ക്രിസ്ത്യാനികൾ ചിതറിയോടും. ഇങ്ങനെ 3 പേരും പലായനം ചെയ്തും വീണ്ടും വന്നും കൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു 19-ാം നൂറ്റാണ്ട് വരെ നമ്മളുടെ ഈ ഇസ്രായേൽ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 3 റീജിയൻ ഉണ്ട്, 3 പേരും വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ അവസാനമായിട്ടൊരു വലിയൊരു ശക്തിയായിട്ട് നിലനിന്നിരുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഓട്ടോമാൻ എംപയർ ആണ് അവിടെ ഏറ്റവും വലിയ ശക്തിയായിരുന്നത്. 20th സെഞ്ചുറിയുടെ ആദ്യം മുതൽ ഈ ഓട്ടോമാൻ എംപയർ ആണ് നിലനിൽക്കുന്നത്. ദെൻ ഫസ്റ്റ് വേൾഡ് വാർ വരികയാണ്. ഫസ്റ്റ് വേൾഡ് വാറില് ബ്രിട്ടീഷിന് എതിരായിട്ടായിരുന്നു ആരുണ്ടായിരുന്നേ? ഓട്ടോമാൻ എംപയർ നിലകൊണ്ടിരുന്നത്. അതായത് ഈ പ്രദേശങ്ങളെല്ലാം കൈയടക്കി വെച്ചിരുന്നത് ആരാണ്? ഓട്ടോമാൻ എംപയർ ആയിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിന് നമ്മളുടെ ബ്രിട്ടീഷിന് എതിരായിട്ടായിരുന്നു, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള അലീസിന് എതിരായിട്ടായിരുന്നു ആരുണ്ടായിരുന്നേ? നമ്മളുടെ ഓട്ടോമാൻ എംപയർ നിലകൊണ്ടിരുന്നത്. ഓട്ടോമാൻ എംപയറിന്റെ ഏറ്റവും ഉന്നതാധികാരി ആരാണ്? ഖലീഫയാണ്. ആ ഖലീഫയെ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഖലീഫയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടായത്. ഞാനിവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനം അതുമായി ബന്ധപ്പെട്ടതാണ്. സോ ഓട്ടോമാൻ എംപയർ ആരുടെയാണ്? ഖലീഫയുടെയാണ്. ഖലീഫയാണ് അതിന്റെ ടോപ്പായിട്ടുണ്ടായിരുന്നത്. അതൊരു മുസ്ലിം പ്രൊമിനന്റ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ഓട്ടോമാൻ എംപയർ പരാജയപ്പെട്ടു. ബ്രിട്ടനോട് ദയനീയമായിട്ട് പരാജയപ്പെട്ടു. ഓട്ടോമാൻ എംപയറിലുള്ള സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്തു? ബ്രിട്ടൻ ഭാഗിച്ചെടുത്തു. അപ്പോ ബ്രിട്ടൻ സിയണിസ്റ്റിനോട്, അല്ലെങ്കിൽ ജൂതന്മാരോട് ഒരു കാര്യം പറഞ്ഞു, ജ്യൂസിനോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ വാഗ്ദത്ത ഭൂമി ഞങ്ങൾ തിരിച്ചു തരും. കാരണം ലോകത്ത് ഒരുപാട് ജ്യൂസ് ഡയസ്പോറ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. സോ ഇവരുടെ എല്ലാം പിന്തുണ ആർക്ക് വേണമായിരുന്നു? നമ്മളുടെ ബ്രിട്ടന് വേണമായിരുന്നു, അല്ലെങ്കിൽ 1-ാം ലോക മഹായുദ്ധം ജയിച്ച ശക്തികൾക്ക് വേണമായിരുന്നു. അതുകൊണ്ട് ജ്യൂസിനോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്കുള്ള ഭൂമി ഞങ്ങൾ തിരിച്ചു തരും. സോ ഓട്ടോമാൻ എംപയർ തോറ്റു. അപ്പോ ഈ ഭൂമി തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോ അവര് ഒരു ഡിക്ലറേഷൻ പുറപ്പെടുവിച്ചു. ഇറ്റ് ഈസ് ഫേമസ്ലി നോൺ ആസ് ദ ബാൽഫർ ഡിക്ലറേഷൻ. 1917 ബാൽഫർ ഡിക്ലറേഷൻ പ്രമാണിച്ചിട്ടാണ് ജ്യൂസിന് ഈ പാലസ്തീൻ അടങ്ങുന്ന ഇസ്രായേൽ പ്രദേശം അവര് തിരിച്ചു കൊടുക്കുന്നത്. പിന്നീട് ഇത് പാലസ്തീനിലേക്കും ഇസ്രായേൽ പ്രദേശത്തിലേക്കും ആര് വരാൻ തുടങ്ങി? ജൂതന്മാര് കൂടുതലായിട്ട് വന്ന് പാർക്കാനായിട്ട് തുടങ്ങി. മനസ്സിലായി? അപ്പൊ അവിടെ ആളുകളില്ലേ? അവിടെ ആളുകളുണ്ട്. ഓട്ടോമാൻ എംപയറിന്റെ കീഴില് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരും അവിടെ തന്നെ തിങ്ങി പാർക്കാനായിട്ട് തുടങ്ങി. പിന്നീട് സെക്കൻഡ് വേൾഡ് വാർ വന്നു. 1939 മുതൽ സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങും. ജർമ്മനിയിൽ ഒരു മച്ചാൻ ഉണ്ടായിരുന്നു. ആരാണ് അദ്ദേഹത്തിന്റെ പേര്? ഹിറ്റ്ലർ. ഹിറ്റ്ലറും മുസോളിനിയും കൂടിയിട്ട് എന്ത് ചെയ്തു? ജൂതന്മാരെ ആക്രമിച്ചു. ജൂതന്മാരെ ഹോളോകാസ്റ്റുകളിലൂടെ പേഴ്സിക്യൂട്ട് ചെയ്തു. സോ അവര് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്ന്, ജർമ്മനി അടക്കമുള്ള സെൻട്രൽ യൂറോപ്പിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വന്നു? പലായനം ചെയ്യേണ്ടി വന്നു. ജൂതന്മാർ ഒരുപാട് പേര് പലായനം ചെയ്ത് അവരുടെ വാഗ്ദത്ത ഭൂമിയായിട്ടുള്ള ഇസ്രായേലിലേക്ക് വന്നു. വീണ്ടും എണ്ണം പെരുകാനായിട്ട് തുടങ്ങി. ആരുടെ? ജൂതന്മാര് വീണ്ടും വന്നു. സോ അത് ഒരു ഇഷ്യൂ ആയി. അവിടെയുള്ള ആളുകൾക്ക്, അവിടെയുള്ള മുസ്ലിങ്ങൾക്ക്, അല്ലെങ്കിൽ പെർട്ടിക്കുലർലി ഓട്ടോമാൻ എംപയറിന്റെ താഴെ വരുന്ന ആളുകൾക്ക് അത് പ്രശ്നമായിട്ട് മാറി. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇതിന്റെ ചരിത്രം. സോ 1947-48 കാലഘട്ടങ്ങളിൽ ആയപ്പോഴേക്കും എന്ത് സംഭവിക്കുകയാണ്?
1947-8 കാലഘട്ടങ്ങളിലായപ്പോഴേക്കും ബ്രിട്ടീഷിന് ഇത് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. കാരണം ഇവര് നമ്മളുടെ സോയണിസ്റ്റിന് അല്ലെങ്കിൽ ജൂതന്മാർക്ക് ഒരു വാഗ്ദത്ത ഭൂമി പ്രൊവൈഡ് ചെയ്തിട്ട് ഇത് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. നേരെ ബ്രിട്ടീഷ് പ്ലേറ്റ് മറിച്ചു. ബ്രിട്ടീഷ് എന്ത് പറഞ്ഞു? ബ്രിട്ടീഷുകാർ വന്നിട്ട് പറഞ്ഞു, UN ചെന്നിട്ട് പറഞ്ഞു, UN ഈ കേസിൽ ഒന്ന് ഇടപെടണം. കാരണം ഞങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നില്ല, ഇവിടെ ഇപ്പോ 2 പേരായിട്ട് നിൽക്കുകയാണ്. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഇനി ജ്യൂസിനോട്, അതായത് ജൂതന്മാരോട് ഇനി വീണ്ടും ഇങ്ങടേക്ക് വരരുത് എന്ന് പറഞ്ഞു. കാരണം ഇപ്പൊ നിലനിൽക്കുന്ന ആരാണോ അവരവിടെ നിന്നോട്ടെ, ബാക്കി എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ തന്നെ നിൽക്കുക. ഞങ്ങൾ പറഞ്ഞ കാര്യം 1-ാം ലോക മഹായുദ്ധത്തോടുകൂടി കഴിഞ്ഞു. ഓക്കെ, ഇത് തന്നെ വേറൊരാളും പറഞ്ഞിട്ടുണ്ട്. ബംഗാൾ പാർട്ടീഷന്റെ സമയത്ത്, ബംഗാൾ പാർട്ടീഷൻ അല്ല, പാകിസ്ഥാന്റെ പാർട്ടീഷൻ സമയത്ത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളോട് ഇന്ത്യയിൽ തന്നെ നിൽക്കണം എന്ന് ഒരാള് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുക. സോ അതേ ലൈൻ തന്നെയാണ് ഇവിടെ ബ്രിട്ടീഷുകാരും പറഞ്ഞത്. ഓക്കെ, ബ്രിട്ടീഷുകാരെന്ത് പറഞ്ഞു? ഇനി ബാക്കിയുള്ള ജൂതന്മാരൊന്നും വരണ്ട, ഇവിടെ ഒന്നാമത് തിക്കി തിരക്കാണ്. അപ്പൊ വന്നവർ ഓക്കെ, വന്നവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? UN സമീപിച്ചിട്ട് UN വേണ്ടിയിട്ട് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. സോ UN ക്രിയേറ്റ് ചെയ്ത പ്ലാൻ ആണ് 2 നേഷൻ തിയറി. അതായത് ഇസ്രായേൽ അടങ്ങുന്ന സ്ഥലം 2 നേഷനായിട്ട് വിഭജിച്ചിട്ട് ഇസ്രായേലും പലസ്തീൻ എന്നുള്ളത്, ഇസ്രായേൽ ജൂതഭൂരിപക്ഷ പ്രദേശവും പാലസ്തീൻ എന്താവും? പാലസ്തീൻ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവുമായിട്ട് നിലകൊള്ളണം എന്നുള്ളതായിരുന്നു UN ഓർഡർ. പക്ഷേ അത് നടപ്പിലായില്ല. മനസ്സിലായോ? ഇപ്പോ ഈ ജൂ ആരായി അവിടെ മൈഗ്രന്റ് ആയിട്ട് വന്നവരായി. അത് അവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുവോ? ഒരിക്കലുമില്ല. അത് കാരണം 1948-49 കാലത്തില് ഫസ്റ്റ് അറബ് ഇസ്രായേലി വാർ വരികയാണ്. അറബ് കൺട്രീസ് ആയിട്ടുള്ള, അതായത് ഇന്നത്തെ ഇസ്രായേലിന്റെ ചുറ്റുമുള്ള എല്ലാ കൺട്രീസും ചേർന്നിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. ആരൊക്കെയായിരുന്നു? ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഇറാഖ്, ഈവൻ ലെബനൻ വരെ മോളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആരിലേക്ക് അറ്റാക്ക് ചെയ്തു? ഇസ്രായേലിനെ, ദ സോ കോൾഡ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. അങ്ങനെയാണ് ഫസ്റ്റ് അറബ് ഇസ്രായേലി വാർ വരുന്നത്. മനസ്സിലായോ? അതെന്നാ നടക്കുന്നത്? 1948. 1956 ആയപ്പോഴേക്കും പക്ഷെ ഈ ഇസ്രായേലിന് പല രാജ്യങ്ങളുടെയും പിന്തുണയുണ്ട്. പെർട്ടിക്കുലർലി US അടക്കമുള്ള, UK അടക്കമുള്ള പല രാജ്യങ്ങളുടെയും പിന്തുണയുള്ളതുകൊണ്ട് ഇവര് പിടിച്ചു നിന്ന് പോകുന്നു. ഇവരുടെ ആയുധ ശക്തിയിലും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഇവര് ഗംഭീരമായിട്ട് പിടിച്ചു നിന്നു. ഇനി അടുത്ത കഥ പറയാണ്. 1956 ആയപ്പോഴേക്കും നമ്മളുടെ ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും ഒരു മോഹം, ഈജിപ്തിലെ സൂയസ് കനാൽ ഒന്ന് പിടിച്ചെടുക്കണം. ഈജിപ്ത് അങ്ങനെ പൈസ വാരേണ്ട കാര്യമില്ല. സൂയസ് കനാലിലൂടെ ഒരു ദിവസം കടന്നു പോകുന്ന കപ്പലുകളുടെ റെന്റ് മാത്രം കണക്കാക്കിയിട്ടാണ് ഈജിപ്ത് എന്ന് പറയുന്ന നഗരം ജീവിക്കണേ. സോ ഈ സൂയസ് കനാൽ ഒന്ന് പിടിച്ചെടുക്കണം. അങ്ങനെ ഇസ്രായേലിനെ കൂട്ടിക്കൊണ്ടിട്ട് ഇവര് സീനായ് പെനിൻസുലയിലൂടെ സൂയസ് കനാൽ ആക്രമിക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ അത് സക്സസ്ഫുൾ ആയില്ല. അതിനെയാണ് വേൾഡ് ഹിസ്റ്ററിയിലെ സൂയസ് കനാൽ ക്രൈസിസ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ഫ്രാൻസും നമ്മളുടെ ഇംഗ്ലണ്ടും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും കൂടി ഇസ്രായേലിനെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യാണ്? നമ്മളുടെ സൂയസ് കനാല് ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പക്ഷെ അത് വിജയിച്ചില്ല. ഇപ്പൊ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ട് ഈജിപ്ത് റിലേഷനിൽ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഈജിപ്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നോൺ അലൈൻമെന്റ് പാർട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടീസും അതിനെതിരെ അണിനിർന്നുകൊണ്ട്, UN അടക്കമുള്ള കാര്യങ്ങൾ അണിനിർന്നുകൊണ്ട് അത് അത്ര വിജയിക്കാനായിട്ട് സാധിച്ചില്ല. സോ ഇതിനിടയിലായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? പാലസ്തീൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു PLO എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്ത് സംഭവിച്ചു? 6 ഡേ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇസ്രായേല് ഇപ്പോ ഒരു വലിയ ശക്തിയായിട്ട് മാറി. കാരണം അവർക്ക് ബാക്ക് ചെയ്യാനായിട്ട് പണവും പ്രതാപവും ഉണ്ട്. ആരുടെ പണം? US-ന്റെ പണം, UK-യുടെ പണം, ഫ്രാൻസിന്റെ പണം, പെർട്ടിക്കുലർലി യൂറോപ്പ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. ആരെ? നമ്മളുടെ ഇസ്രായേലിനെ. സോ അവർക്ക് യുദ്ധസാമഗ്രികളും പണവും എല്ലാം ഇൻഫ്രാസ്ട്രക്ചറുകളും കൊടുക്കുന്നുണ്ട്. ടെക്നോളജി അടക്കം അവർ കൊടുക്കുന്നുണ്ട്. അതിന്റെ പിൻബലത്തില് ഇവര് ഒരു സ്ട്രൈക്ക് ഇട്ടു. എങ്ങടേക്കാണ് സ്ട്രൈക്ക് ഇട്ടേ? ഇവരെ മുന്നേ അറ്റാക്ക് ചെയ്ത എല്ലാ രാജ്യങ്ങളിലേക്കും, പെർട്ടിക്കുലർലി ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഈവൻ ലെബനന്റെ ചില ഭാഗങ്ങളിലേക്കും സ്ട്രൈക്ക് ചെയ്തിട്ട് ഗോലാൻ ഹൈറ്റ്സ് അടക്കമുള്ള സ്ഥലങ്ങൾ ഇവർ പിടിച്ചെടുത്തു. ഗോലാൻ ഹൈറ്റ്സ് എന്ന് പറയുമ്പോൾ മുകളിലുള്ള സ്ഥലം. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുമ്പോഴോ
വെസ്റ്റിലുള്ള സ്ഥലമാണ്. വെസ്റ്റ് പെർട്ടിക്കുലർലി ഈസ്റ്റ്, ഇസ്രായേലിന്റെ ഈസ്റ്റിലുള്ള സ്ഥലം. ദെൻ ഗാസയുണ്ട്. ഇങ്ങനെ 3 സ്ഥലങ്ങളിലേക്കും ഇവർ പിടിച്ചു. അത് മാത്രമാണോ പിടിച്ചേ? അല്ല, അത് മാത്രമല്ല അവർ പിടിച്ചത്. അവര് ഈവൺ എവിടെ വരെ പിടിച്ചു? നമ്മളുടെ സീനായ് പെനിൻസുല വരെ പിടിച്ചു. സീനായ് പെനിൻസുല പിടിക്കുന്നത് 1973-ലാണ്. ഇതെല്ലാം ഇതിന്റെ ഒരു സ്ട്രക്ചറിൽ കിടക്കുന്ന, അല്ലെങ്കിൽ 1968 ശേഷം നടക്കുന്ന പ്രക്രിയകളാണ്. അവര് അറ്റാക്കിന് ആരംഭിച്ചു, ഇസ്രായേൽ അറ്റാക്കിന് ആരംഭിച്ചു. ദെൻ അവര് എന്തൊക്കെ പിടിച്ചു? ഈ 4 കൺട്രീസിനെയും അറ്റാക്കിന് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇങ്ങനെയാണ് ഈ വാറുകളുടെ ഒരു തുടക്കവും ഒരു പീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. സോ 1975-73 കാലഘട്ടങ്ങളിലേക്ക് ആയപ്പോഴേക്കും സ്വൈര്യമില്ലാത്ത വാറുകളായിരുന്നു. എണ്ണവില അധികമായിട്ട് കൂടുന്നു. ദെൻ ഗൾഫ് വാറുകൾ ഇതിനോടൊപ്പം തന്നെ അപ്പുറത്ത് വരികയാണ്. സോ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു ഡിസ്കംഫേർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? കാരണം ട്രേഡ് കൃത്യമായിട്ട് നടക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വരികയാണ്. ദെൻ 1973 അതായത് യോം കിപ്പൂർ വാർ എന്ന് പറയുന്നത്, യോം കിപ്പൂർ എന്ന് പറയുന്നത് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ യോം കിപ്പൂർ ഡേ എന്ന് പറയുന്നത്. അന്ന് ഒരു സർപ്രൈസ് ആയിട്ട് ഈ ബാക്കിയുള്ള കൺട്രീസ്, ആരൊക്കെ? സിറിയ, ഈജിപ്ത്, അങ്ങനെയുള്ള കൺട്രീസ് എല്ലാം കൂടി ഇസ്രായേലിനെ ആക്രമിച്ചു. എന്നിട്ട് ഈ സീനായ് പെനിൻസുലയും ഗോലൻ ഹൈറ്റ്സും എല്ലാം കുറച്ചൊക്കെ പിടിച്ചെടുക്കാനായിട്ട് നോക്കി. പക്ഷെ അതിലും ഇസ്രായേല് വിജയിച്ചു. കാരണം ഇസ്രായേലിന്റെ കയ്യിൽ അന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുശേഷം ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്, അല്ലെങ്കിൽ ഡേവിഡ് അക്കോർഡ്, പ്രശസ്തമായിട്ടുള്ള ഡേവിഡ് അക്കോർഡ് 1978 അവർ സൈൻ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സമാധാനം പുലരാനായിട്ട്. സോ ഈ ഡേവിഡ് അക്കോർഡിന് ശേഷം എവിടെ എത്തി നമ്മൾ? 56-ല് 6 ഡേയ്സ് വാർ നടന്നു, സൂയിസ് ക്രൈസിസ് നടന്നു. അതിനുശേഷം എന്താണ്? അതിനുശേഷം യോം കിപ്പൂർ വാർ നടക്കുകയാണ്. അവർ തിരിച്ച് അറ്റാക്ക് ചെയ്തു. പക്ഷെ ഇസ്രായേലിന് അങ്ങനെ വലുതായിട്ട് അതിനുള്ള എഫക്റ്റുകളൊന്നും ഏൽക്കുന്നില്ല. ഈ ക്രൈസിസ് ഇങ്ങനെ നിലനിന്ന് പോയി കഴിഞ്ഞപ്പോ അമേരിക്ക ഇടപെട്ടു, US ഇടപെട്ടു. USAയുടെ അന്നത്തെ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആണ്. ബിൽ ക്ലിന്റൺ ഇടപെട്ടിട്ട് ഇവിടെ ഒരു പരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് ഓസ്ലോ അക്കോർഡുകൾ രൂപീകരിക്കാൻ തുടങ്ങി. ഓസ്ലോ അക്കോർഡ്സ് 2 രാജ്യങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് എന്ത് ക്രിയേറ്റ് ചെയ്തു? ഓസ്ലോ അക്കോർഡ് ക്രിയേറ്റ് ചെയ്തു. ഏതൊക്കെ രാജ്യം? ഇസ്രായേലിനെയും പലസ്തീനിനെയും. പലസ്തീനിന്റെ അപ്പൊ ആരായിരിക്കും അതിന്റെ പ്രതിനിധിയായിട്ട് പോവുക? പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ഹെഡ് ആയിരിക്കും അന്ന് ആരായിട്ട് പോവുക? പ്രതിനിധിയായിട്ട് പോവുക. അദ്ദേഹം ആരാണ്? യാസർ അറാഫത്ത്, ദ ഫേമസ് യാസർ അറാഫത്ത്. സോ ഓസ്ലോ അക്കോർഡ് ഒപ്പിട്ടത് ആര് തമ്മിലാണ്? ഇസ്രായേലും യാസർ അറാഫത്തും പെർട്ടിക്കുലർലി PLO ആയിട്ടാണ് ഓസ്ലോ അക്കോർഡുകൾ സൈൻ ചെയ്തത്. ഓസ്ലോ അക്കോർഡിൽ എന്താ പറഞ്ഞേ? ഇവര് സമന്വയിക്കണം, അതായത് 2 രാജ്യങ്ങളായിട്ട് തന്നെ ഇവര് തിരിയണം, ഏതൊക്കെ ഭാഗങ്ങള് വിഭജിക്കണം എന്നുള്ളതെല്ലാമാണ് ഈ ഓസ്ലോ അക്കോർഡിൽ അവർ തീരുമാനിച്ചത്. സോ 2ാം ഓസ്ലോ അക്കോർഡ് ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവര് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിലേക്ക് എത്തി. ആ പ്ലാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങൾ ഉണ്ടല്ലോ, വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളെ ABC എന്ന് പറയുന്ന 3 പ്രദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. എ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ പാലസ്തീന് ഫുൾ കൺട്രോൾ ഉള്ള ഏരിയ ആണ്. ദെൻ ബി പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്കും ജോയിന്റ് കൺട്രോൾ ഉള്ള ഏരിയ ആണ്. ദെൻ സി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽസിന് മാത്രം കൺട്രോൾ ഉള്ള ഏരിയ. മനസ്സിലായി? വെസ്റ്റ് ബാങ്കിനെ 3 ആയിട്ട് തിരിച്ചു ഇവര്. ദെൻ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ്, എക്കോണമിക് റിലേഷൻ. ഇപ്പോ ഗാസ എന്ന് പറയുന്ന ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ, എവിടെയാണ്? നമ്മളുടെ മെഡിറ്ററേനിയൻ സീയിലേക്ക് കടന്നു നിൽക്കുന്ന സ്ഥലം. ഇതാണ് ഗാസ എന്ന് പറയുന്ന സ്ഥലം. സോ ഗാസയെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട്, പലസ്തീനുമായിട്ട് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ ഇസ്രായേലിന് എളുപ്പം സാധിക്കില്ലേ? സാധിക്കും. കാരണം എന്താണ്? അപ്പുറത്ത് കടലും ഇപ്പുറത്ത് ചുറ്റും ഇസ്രായേലുകാരുമാണ്. അതുകൊണ്ട് ഇവർക്ക് എളുപ്പം സാധിക്കും. സോ അവിടെ ഒരു എക്കോണമിക് സാക്ഷൻ, അവരുടെയൊക്കെ ഒരു കപ്പൽ കടത്തിവിടാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വേണമെങ്കിൽ എത്തിക്കാം. ഭക്ഷണം പട്ടിണിക്കിട്ട് വേണമെങ്കിൽ കൊല്ലാം. ലിറ്ററലി ഇപ്പൊ നടക്കുന്നത് അതാണ്. മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇസ്രായേലിന് സാധിക്കും. സോ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ എക്കോണമിക് റിലേഷനിലും ഈ എന്താണ് ഓസ്ലോ അക്കോർഡ് വരികയാണ്. 2 ഓസ്ലോ അക്കോർഡുകൾ ഉണ്ട്, 1993-ലും 95-ലും. ഓക്കെ, ഈ ക്രൈസിസ് വീണ്ടും ഇന്റർമിനിഫൈ ചെയ്യുകയാണ്. ഇടക്കിടക്ക് പൊട്ടും, പിന്നെ വീണ്ടും ചെറിയ പ്രശ്നങ്ങളില്ലാണ്ട് ഒതുക്കി വിടും. അങ്ങനെയാണ്
എവിടെ വരുന്നേ? ഇന്നുള്ള ഗാസ വാറിൽ വരുന്നേ. 2020 എങ്ങനെയാണ് ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മോസ്ക് ഉണ്ട്. ഫേമസ് മോസ്ക് ആണ്. പേര് ഞാൻ മറന്നുപോയി. അവിടെ ഒരു മോസ്ക് ഉണ്ട്. ആ മോസ്കിന്റെ ഉള്ളില് ആ മോസ്കിന്റെ അധികാരം രണ്ട് രാജ്യക്കാർക്കും ഉണ്ട്. പെർട്ടിക്കുലർലി ഇസ്രായേലിനും അൽ അൽ അക്സ മോസ്ക് ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്യാം. അൽ അക്സ മോസ്ക് ആണെന്ന് തോന്നുന്നു. സോ ഈ മോസ്കില് രണ്ട് രാജ്യക്കാർക്കും അവകാശമുണ്ട്. ഇസ്രായേലുകാർക്കും ഉണ്ട്, പാലസ്തീൻകാർക്കും ഉണ്ട്. സോ ഈ മോസ്കില് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് മോസ്കില് 10,000 ആളുകൾ മാത്രമേ ഒരു ദിവസം വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ഒരു നിയമം പുറപ്പെടുവിച്ചു. ഏകകണ്ഠമായിട്ടൊരു നിയമം പുറപ്പെടുവിക്കുകയാണ്. സോ പാലസ്തീൻ അത് അംഗീകരിച്ചില്ല. അതാണ് 2020 ആദ്യമായിട്ട് വീണ്ടും ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകാനായിട്ട് കാരണം. വീണ്ടും ഇതിങ്ങനെ തുടർന്നു പോയി, ചില മാറ്റങ്ങൾ വരുത്തി, ചില അയവുകൾ വരുന്നു. അതിനുശേഷം വീണ്ടും ഒക്ടോബർ 7 അറ്റാക്കിലൂടെ, അതായത് നമുക്ക് ലാസ്റ്റ് നടക്കുന്നത് ഈ ഒക്ടോബറിലുള്ള ഒരു സർപ്രൈസ് അറ്റാക്ക് ആണ്. സർപ്രൈസ് അറ്റാക്കിലൂടെയാണ് ഇന്ന് നടന്ന യുദ്ധങ്ങൾക്ക് സമാനം. പാലസ്തീൻ പെട്ടെന്ന് ഒരു ദിവസം കയറി അറ്റാക്ക് ചെയ്യുകയാണ്. ദെൻ എന്താ സംഭവിക്കുന്നത്? ഇവന്മാര് തിരിച്ചടിച്ചു. ആര്? ഇസ്രായേൽ തിരിച്ചടിച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും കിട്ടാൻ കാത്തു നിൽക്കുകയായിരുന്നു. അവർ തിരിച്ചടിച്ചു. ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ അയൺ സോർഡ്. ഇരുമ്പ് ദണ്ട് കൊണ്ട് പ്രഹരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് മുന്നോട്ട് വന്നേ? ബെഞ്ചമിൻ നെതന്യാഹു ഇവരുടെ മുന്നിലേക്ക് വരുന്നേ. ഓക്കെ, സോ ഓപ്പറേഷൻ അയൺ സോഡുമായിട്ട് ഇവർ തിരിച്ചടിക്കാൻ തുടങ്ങി. ഇന്നും ആ ഒരു തിരിച്ചടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്താ അവർ പറയുന്നേ? ഗാസയെ ഒരു ആളില്ലാത്തുരുത്താക്കി മാറ്റും ഞങ്ങൾ. കാരണം ഹമാസിനെ പൂർണ്ണമായിട്ടും തീർക്കും. ഹമാസിന്റെ എല്ലാ ലീഡേഴ്സിനെയും, ഓൾമോസ്റ്റ് 90% ഓഫ് ലീഡേഴ്സിനെയും കൊന്നു തീർത്തു. വീണ്ടും എന്താ പറയുന്നത്? ആളില്ലാത്തുരുത്തായിട്ട് മാറ്റും. എക്കോണമിക് സാങ്ഷനുകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കപ്പൽ പോലും ഇസ്രായേലിന്റെ പാസ് ഇല്ലാണ്ട് ഗസയിലേക്ക് കയറാൻ പറ്റില്ല. ലിറ്ററലി ഒരു കപ്പലെയും കയറ്റുന്നില്ല. ദെൻ നമ്മളുടെ UN മിഷൻസിന്റെ കപ്പലുകളും അങ്ങനെ ഇപ്പൊ റെഡ് ക്രോസിന്റെ കപ്പലുകളും അങ്ങനെയുള്ള ചില കപ്പലുകൾ മാത്രമാണ് ഇപ്പൊ കറന്റ് അവിടെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെർട്ടിക്കുലർലി ഫുഡ് ഇല്ലാത്ത സ്റ്റാർവേറ്റ് ചെയ്ത് കൊല്ലുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യമായിട്ട് മാറുന്നത്. ദെൻ ട്രംപ് അധികാരത്തിൽ വരുന്നു. ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? ട്രംപ് അധികാരത്തിൽ വന്നപ്പോ ഇവരെ ഈ യുദ്ധം സമാധാനത്തിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞെങ്കിലും അതിന്റെ ചർച്ചകളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. അതിനിടയിൽ കൂടി എന്ത് ചെയ്തു? ഇന്നലെ നമ്മൾ പഠിച്ചു, ഇസ്രായേൽ ഇറാനിൽ കൊണ്ടുപോയിട്ട് ബോംബിട്ടു. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം തകർക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളുടെ എന്തിന്റെ ഹിസ്റ്ററി? ഇസ്രായേൽ ഹമാസിന്റെ അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ ഹിസ്റ്ററി. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ഓട്ടോമാൻ എംപയറിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ദ മോഡേൺ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് ദ ഓട്ടോമാൻ എംപയറിൽ നിന്നാണ്. ഓട്ടോമാൻ എംപയറിന് ശേഷം എന്ത് സംഭവിച്ചു? പാൽഫോർഡ് ഡിക്ലറേഷൻ വരുന്നു. കാരണം ഒന്നാം ലോക മഹായുദ്ധം ഓട്ടോമാൻ എംപയർ തോറ്റു ബ്രിട്ടനുമായിട്ട്. അവിടെ ബാൽഫോർഡ് ഡിക്ലറേഷൻ വരികയാണ്. ബാൽഫോർഡ് ഡിക്ലറേഷന് ശേഷം രണ്ടാം വേൾഡ് വാറിൽ ഒരുപാട് മൈഗ്രൻസ് സ്വന്തം നാട്ടിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക് വരികയാണ്. ആരാണ്? ജൂതന്മാര്. അത് അവിടെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ UK ഇതെടുത്ത് UN-ന്റെ ഉള്ളിലേക്ക് ഇട്ടു. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഇതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കണം. യുണൈറ്റഡ് നേഷൻ ഒരു കാര്യം പറഞ്ഞു, 2 നേഷൻ തിയറി. രണ്ട് ദ്വിക് ഭരണപ്രദേശം അല്ലെങ്കിൽ ദ്വിക് രാഷ്ട്രവാദം എന്ന് അതിനെ പറയുന്നത്. 2 നേഷൻ തിയറി പ്രഖ്യാപിച്ചപ്പോൾ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്തില്ല. ചുറ്റുമുള്ള 4 എണ്ണം കൂടി, ആരൊക്കെയാണ്? ഈജിപ്ത്, സിറിയ, ജോർദാൻ, ലെബനൻ. ഈ 4 പേരും കൂടി ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേലിന് സോഴ്സ് ഉണ്ടായിരുന്നു, ആയുധമായിട്ടും പണമായിട്ടും കൊടുക്കാനായിട്ട് സോഴ്സ് ഉണ്ടായിരുന്നു. ഇസ്രായേൽ തിരിച്ചടിച്ചു. 56 എന്ത് സംഭവിച്ചു? 56 നമ്മളുടെ ബ്രിട്ടൻ ഒരു മോഹം, സൂയസ് കനാൽ പിടിച്ചെടുക്കണം, ഇസ്രായേലിനെയും കൂട്ടി സീനായ് പെനിൻസുലയും കടന്ന് ഇപ്പുറത്തേക്ക് വന്നു. അത് പക്ഷേ സക്സസ്ഫുൾ ആയില്ല. ദെൻ 56 ശേഷം 63 വീണ്ടും അറ്റാക്ക് ചെയ്യുകയാണ്. ആരെ? ഈ 4 കൺട്രീസിനെയും അറ്റാക്ക് ചെയ്യാണ്. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തു, ഗോലൻ ഹൈറ്റ്സ് പിടിച്ചെടുത്തു, ഗാസ പിടിച്ചെടുത്തു. ദെൻ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഫോർമുലകൾ നോക്കി. തിരിച്ചടിക്കാൻ കാത്തിരിക്കുന്നത് ആരായിരുന്നു? തിരിച്ചടിക്കാൻ ഈ 4 കൺട്രീസും കാത്തിരിക്കുകയായിരുന്നു. തിരിച്ചെപ്പോഴാണ് അടിച്ചേ? 73 തിരിച്ചടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് ഒരു സർപ്രൈസ് അറ്റാക്ക് ആണ് കൊടുത്തത്. വൻ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അമേരിക്കയും ബാക്കിയുള്ള രാജ്യങ്ങളും പറഞ്ഞു, ഒരു
നിങ്ങളൊരു ഉടമ്പടിയിലെത്തണം. ആ ഉടമ്പടിയുടെ പേരെന്താണ്? ഡേവിഡ് അക്കോർഡ്. ഓക്കെ, ഡേവിഡ് അക്കോർഡ്. അതുകൊണ്ടൊന്നും പ്രശ്നമൊന്നും പരിഹരിക്കാനായിട്ട് ആയില്ല. ദെൻ 93 ആയപ്പോഴേക്കും ബിൽ ക്ലിന്റന്റെ നേതൃത്വത്തിൽ എന്ത് വന്നു? ബിൽ ക്ലിന്റനും യാസർ അറാഫത്തും കൂടി കൈകൊടുക്കുന്നതാണ്. ബിൽ ക്ലിന്റൺ അല്ലത് യാസർ അറാഫത്തിന് കൈകൊടുക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതിന്റെ ചീഫ് ഡിഫൻസ് സ്റ്റാഫാണത്, അല്ലെങ്കിൽ ഡിഫൻസിന്റെ സ്റ്റാഫാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ആള്. ഓസ്ലോ അക്കോർഡുകൾ വന്നു എന്ന് 1993-ലും 95-ലും. ദെൻ എന്താ സംഭവിക്കുന്നത്? പിന്നീട് അത് ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് അങ്ങോട്ട് നടക്കുന്നു. 2020 എന്ത് സംഭവിച്ചു? മോസ്കില് ചില നിയന്ത്രണങ്ങൾ വരുത്തി, അവിടെ മേജർ ആയിട്ട് പൊട്ടി. ദെൻ October 7 അറ്റാക്ക്. അവിടെ എന്താണ്? ഗാസ അല്ലെങ്കിൽ ഹമാസ് പൊടുന്നനെ ഒരു സർപ്രൈസ് അറ്റാക്ക് നടത്തി. നെതന്യാഹു എന്ത് പറഞ്ഞു? ഇരുമ്പ് തണ്ട് കൊണ്ട് പ്രഹരിക്കും, ഇനി ഗസ ഇല്ല. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ എഡിറ്റോറിയൽ പറയുന്നത് എന്താ? സ്റ്റോപ്പ് ദ സ്ലട്ടർ. ആ ഒരു കശാപ്പ് ഒഴിവാക്കൂ. നിങ്ങൾ വലിയ വലിയ വേൾഡിന് വേണ്ടിയിട്ട് പീസ് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ, മനസ്സിലായോ? സോ ആ ഒരു കശാപ്പ് ഒഴിവാക്കാനായിട്ടാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ആഹ്വാനം ചെയ്യുന്നത്. കശാപ്പ് തന്നെയാണ് അവിടെ നടക്കുന്നത്. സാധാരണ ജനങ്ങളും പിഞ്ചു കുഞ്ഞുങ്ങളും എല്ലാം മരിച്ചു വീഴുകയാണ്. രണ്ട് രാഷ്ട്രങ്ങളുടെ യുദ്ധത്തിന് വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക്. സെക്കൻഡ് ആർട്ടിക്കിൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ബീഹാറിലെ ഇന്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടർ റോളിന്റെ ഇന്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇന്ന് ഓപ്പൺ എഡിറ്റോറിയലിലെ 3 ആർട്ടിക്കിളിന്റെ സ്പേസും ഹിന്ദു ന്യൂസ് പേപ്പർ കൊടുത്തിരിക്കുന്നത് ഈ ബീഹാർ വോട്ടർ റോൾ റിവിഷനെ സംബന്ധിച്ചിട്ടാണ്. 3 പേരും ഇതിനെ ഒപ്പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. സോ അത്രയും ഒരു സ്പേസ്, ഈവൻ ഒരു ഫുൾ പേജ് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ദ ഹിന്ദു മാറ്റിവെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്നത്, രണ്ടാമത്തെ ആർട്ടിക്കിൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റിന്റെ നേതാവാണ് എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ ആർട്ടിക്കിൾ ആണെങ്കിൽ നമ്മളുടെ ഫോമർ മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മളുടെ പാർലമെന്റ് സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് എഴുതിയിരിക്കുന്നത്. സോ ഇത് 3ഉം ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, നമുക്കപ്പോൾ പോവാം. എന്താണ് എന്നുള്ളത് നോക്കാം. എന്തായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രശ്നം? ഇന്നലെയല്ല, മിനിയാന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഇലക്ട്രൽ റോൾ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമ്മളുടെ ഇലക്ഷനിന്റെ ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ റോളുകളിൽ ചേഞ്ചസ് വരുത്തുകയാണ്. അതായത് മരിച്ചുപോയ ആളുകളെ ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തു പോയ ആളുകളെ ഒഴിവാക്കാനായിട്ട് പുതിയ ആളുകൾ ചേർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൃത്യമായിട്ടാണോ ചേർന്നിരിക്കുന്നത്, സിറ്റിസൺസ് തന്നെയാണോ ചേർന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ ഇലക്ടറൽ റോൾ റിവിഷൻ. ഓക്കെ, അതിന് അധികാരം കൊടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിളാണ്? ഇലക്ഷൻ കമ്മീഷന് അധികാരം കൊടുക്കുന്നത് ആർട്ടിക്കിൾ 324 ആണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ ഒരു റിവിഷൻ ആണ് ഇവിടെ. ഓക്കെ, ആർട്ടിക്കിൾ 324 ആണ്. ആർട്ടിക്കിൾ 326 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 326 പറയുന്നത് 18 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഏതൊരാൾക്കും വോട്ടേഴ്സ് അല്ലെങ്കിൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് നടത്താമെന്നുള്ളതാണ്. 18 വയസ്സ് പൂർത്തിയാക്കുന്ന ഒരാൾക്കും വോട്ട് ചെയ്യാമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 326. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആഡ് ഓൺ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18-ലേക്ക് കുറച്ചത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരമാണ്? ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു രാജീവ് ഗാന്ധിയുടെ കാലത്തായിരുന്നു. രാജീവ് ഗാന്ധി ഒരു ചുള്ളനാണല്ലോ. അന്നത്തെ ഒരു യുവാവായിരുന്നു. അദ്ദേഹം പറഞ്ഞു വോട്ടിംഗ് പ്രായം കുറയ്ക്കണം. അപ്പോ ഏത് അമെന്റ്മെന്റ് ആയിരിക്കും? രാജീവ് ഗാന്ധി എന്ന് പറയുമ്പോൾ 50th അമെന്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. 61st അമെന്റ്മെന്റ് ആണ്. 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് കൊണ്ടാണ് എന്ത് വോട്ടേഴ്സിന്റെ പ്രായം 18-ലേക്ക് കുറച്ചത്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ആരാണ് ഈ വോട്ടർ റോള് റിവൈസ് ചെയ്യാനായിട്ടുള്ള പെർട്ടിക്കുലർ ആക്ട് ഏതാണ്? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്. കാരണം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1-ഉം റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950-യുമാണ്. ഇങ്ങനെ 2 ആക്ടുകളുണ്ട്. ഇതിലാണ് ഇലക്ഷൻ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും, എങ്ങനെയാണ് മാനദണ്ഡങ്ങൾ എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതില് ആർട്ടിക്കിൾ സെക്ഷൻ 16 എന്താ പറയുന്നത്? കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? സെക്ഷൻ 16 എവിടെ ഓർക്കാനല്ലേ? സെക്ഷൻ 16 പറയുന്നത് എന്താ? സെക്ഷൻ 16 പെർട്ടിക്കുലർലി പറയുന്നത് നിങ്ങളൊരു
ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം വോട്ട് ചെയ്യാൻ എന്നുള്ളതാണ്. ഇന്ത്യൻ നോൺ സിറ്റിസൺസിന് വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ സെക്ഷൻ 18, 19 വരുമ്പോഴോ ആർക്കാണ് ഈ സിറ്റിസൺ ആവുമ്പോൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ്, എന്താണ് ക്രൈറ്റീരിയ? ഹി ഷുഡ് ഹാവ് ആൻ ഓർഡിനറി റെസിഡന്റ്, അല്ലെങ്കിൽ ദ സിറ്റിസൺ ഷുഡ് ബി ആൻ ഓർഡിനറി റെസിഡന്റ് ഇൻ ഇന്ത്യ. ഓക്കെ, ഈ ഓർഡിനറി റെസിഡൻസിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്? അത് അവർക്കൊരു ഡ്വെല്ലിംഗ് ഹൗസ് ഉണ്ടായിരിക്കണം. കാരണം ഒരു സ്വന്തമായിട്ടൊരു ഹൗസ്, സ്വന്തമായിട്ടെന്നല്ല, അവര് അവിടെ സ്ഥിരതാമസമാക്കി അവർക്ക് അവിടെ ഒരു വീട് ഉണ്ടായിരിക്കണം. മനസ്സിലായി? സ്വന്തമായിട്ട് ഹൗസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇന്ത്യയിലെ പകുതി ആളുകൾക്കും ഹൗസ് ഇല്ലാത്തവരാണ്. സോ അവരെ എക്സ്ക്ലൂഡ് ആക്കും. ഇല്ല, ഡ്വെല്ലിംഗ് ഹൗസ് മീൻസ് ഓൺ ഹൗസ് എന്നല്ല അർത്ഥം. അവർക്ക് അവിടെ ഒരു വീട് ഉണ്ടായിരിക്കണം, പെർട്ടിക്കുലർലി ഒരു അഡ്രസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഒന്നോ രണ്ടോ ഡ്വെല്ലിംഗ് ഹൗസ് ഉള്ളവർക്ക് അവരെവിടെയായിരിക്കും? സോ ഒരു ഡ്വെല്ലിംഗ് ഹൗസ് മാത്രമല്ല, നമ്മളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം എന്നുകൂടി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇതിൽ 3rd ആർട്ടിക്കിളിൽ, നമ്മളുടെ ഫോമർ സെക്രട്ടറി എഴുതിയിട്ടുള്ള ആർട്ടിക്കിളിൽ അദ്ദേഹം മറ്റൊരു സെക്ഷൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെക്ഷൻ 21. സെക്ഷൻ 21 പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷന് ഈ വോട്ടർ റോള് റിവൈസ് ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുക്കുന്നത്. സെക്ഷൻ 21, കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞിട്ടില്ല, ഇന്ന് വീണ്ടും പറയുകയാണ്. സെക്ഷൻ 21 പ്രകാരമാണ് ഈ വോട്ടേഴ്സ് റോള് റിവൈസ് ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുക്കുന്നത്. എങ്ങനെയൊക്കെ വോട്ടർ റോള് റിവൈസ് ചെയ്യാം? ഒന്നാമത്തെ കാര്യം, അതായത് ഒരു ലോക്സഭ ഇലക്ഷന് മുൻപോ അല്ലെങ്കിൽ ഒരു അസംബ്ലി ഇലക്ഷന് മുൻപോയോ നമുക്ക് വോട്ടർ റോള് റിവൈസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈ ഇലക്ഷൻ നടക്കുകയാണ്. ബൈ ഇലക്ഷൻ നടക്കുന്നതിന് മുന്നേയും നമുക്ക് വോട്ടർ റോള് റിവൈസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുമ്പോൾ, എപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യക്ക് തോന്നുന്നത്, അപ്പോഴെല്ലാം വോട്ടർ റോള് റിവൈസ് ചെയ്യാം. അതുകൂടാതെ 4ാമത്തെ പോയിന്റ് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രദേശത്തെയോ വോട്ടർ റോള് റിവൈസ് ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 4 അധികാരങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് സെക്ഷൻ 21 പ്രകാരം കൊടുക്കുന്നത്. സോ സെക്ഷൻ 21 പ്രകാരമാണ് ഈ വോട്ടർ റോള് റിവൈസ് ചെയ്യുന്നത്, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടത്തുന്നത് എന്നാണ് ഇവർ പറയുന്നത്. സോ എന്താണ് ഇവിടെ പ്രശ്നം? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർക്ക് ആധാർ കാർഡ് പറ്റില്ല. ആധാർ കാർഡ് ഇവരുടെ ഒരു പെർമനന്റ് ഡോക്യുമെന്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യില്ല. രണ്ടാമത്തെ ഏതാണ്? ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തിറക്കിയിട്ടുള്ള വോട്ടർ ഐഡന്റിറ്റി കാർഡും ഇവർക്ക് ബേസിസ് ഓഫ് ഡോക്യുമെന്റ് ആയിട്ട് ഇവർ അക്സെപ്റ്റ് ചെയ്യില്ല. ദെൻ ഇവരുടെ ലേബർ ഡോക്യുമെന്റ്, പെർട്ടിക്കുലർലി MG നരേഗ ലേബർ സ്കീമിന്റെ അണ്ടറിലുള്ളവർക്ക് ലേബർ സർട്ടിഫിക്കറ്റ് കൊടുക്കുമല്ലോ, ആ സർട്ടിഫിക്കറ്റും ഇവര് ഐഡന്റിഫൈ ചെയ്യില്ല. പിന്നെ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഇവർ ഐഡന്റിഫൈ ചെയ്യുക? ബർത്ത് സർട്ടിഫിക്കറ്റ്, SLC സർട്ടിഫിക്കറ്റ്, ലാൻഡ് ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ്, ദെൻ വേറെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരു 10ഓളം സർട്ടിഫിക്കറ്റുകൾ ഉണ്ട്, ഇൻക്ലൂഡിംഗ് പാസ്പോർട്ട്, അങ്ങനെയുള്ള ഡിഫറെന്റ് 10ഓളം സർട്ടിഫിക്കറ്റുകൾ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബീഹാറിൽ സാധാരണക്കാരാണ് അധികം, മൈഗ്രന്റ് വർക്കേഴ്സ് ആണ്. ദെൻ ബീഹാറിന് പെർട്ടിക്കുലർലി ഒരു ക്രൈസിസ് ഉണ്ട്, അതായത് അവിടെ ജനനവും മരണവും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യില്ല. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്തും ഡെത്തും അവിടെ റിപ്പോർട്ട് ചെയ്യാറില്ല. സോ ബർത്ത് സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം സർക്കാരുകൾ കൊടുക്കുന്നത്, മാറി വന്ന സർക്കാരുകൾ കൊടുത്തത് എണ്ണം കുറവാണ്. സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്തുകൾ അവിടെ അധികം റിപ്പോർട്ട് ചെയ്യുന്നില്ല. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ജനനങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. സോ ബർത്ത് സർട്ടിഫിക്കറ്റ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധ്യത കുറവാണ്. ഒരുപാട് പേർക്കെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണമെന്നില്ല. തൊഴിലാളികളോട് നമുക്ക് പോയിട്ട് SSLCയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനായിട്ട് പറയൂ, ഏത് SSLC എന്ന് പറയും, മനസ്സിലായോ? സോ SSLC സർട്ടിഫിക്കറ്റും അവർക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഇവരുടെ കയ്യിലുള്ള 2 സാധനങ്ങളാണ്. ഒന്നാമത് എന്താണ്? ആധാർ കാർഡ് ഉണ്ട് എല്ലാവർക്കും. പക്ഷേ ആധാർ ഒരു സിറ്റിസൺഷിപ്പിന്റെ ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ ഐഡന്റിറ്റി പ്രൂഫോ അല്ല. നിങ്ങൾ താമസത്തിനുള്ള ഏറ്റവും ഐഡന്റിറ്റി പ്രൂഫ് ഉണ്ടല്ലോ, അതുമല്ല, അതായിട്ട് കണക്കാക്കുന്നില്ല. ദെൻ ഇവര് ഈവൻ എന്ത് കൊടുക്കുന്നില്ല? വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ്, അതായത് മുന്നേ വോട്ടേഴ്സ് ഐഡന്റിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് വോട്ടേഴ്സ് ഐഡന്റിറ്റി പോലും ഇതിന്റെ ബേസിസിൽ കൊടുക്കുന്നില്ല. സോ ഇറ്റ് ക്രിയേറ്റ്സ് പ്രോബ്ലം. ഇവർ പറയുന്നത്, ആർട്ടിക്കിളിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, ദ ഇലക്ട്രൽ ഇന്റഗ്രിറ്റി ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് റിമൂവിംഗ് ഡ്യൂപ്ലിക്കേറ്റ്സ്, ഇറ്റ്സ് അബൌട്ട് എൻഷുറിംഗ് ദാറ്റ്
എവറി സിറ്റിസൺ ഹാസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വോട്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ്സുകളെ ഒഴിവാക്കുക എന്ന് മാത്രമല്ല, പക്ഷേ എവരി സിറ്റിസൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക കൂടിയാണ്. അതായത് ഓരോ സിറ്റിസണിനും ഇലക്ഷൻ പ്രോസസ്സിൽ കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കേണ്ടത് എന്ന് നിശ്ചിതമായി വിമർശിക്കുകയാണ് ഈ ആർട്ടിക്കിൾ. ഓക്കെ, സോ ഇലക്ഷൻ ഇന്റഗ്രിറ്റി, നിങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ നടത്തുകയല്ല, ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ നടത്തുകയല്ല നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ ഓരോരുത്തർക്കും ഇലക്ഷൻ പ്രോസസ്സിലെ ഓരോരുത്തർക്കും അവർക്ക് ഓപ്പർച്യൂണിറ്റി വോട്ട് ഉറപ്പാക്കിയാൽ മാത്രമേ ഇക്വാലിറ്റിയും ട്രാൻസ്പെറൻസിയും നിങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റുള്ളൂ. ആ ഒരു വരിയിലുണ്ട് ഈ ഒരു ടോട്ടൽ ആർട്ടിക്കിളിന്റെ അന്തസത്ത. ഓക്കെ, അതാണ് ഞാൻ അവിടെ സ്പെഷ്യലി അതെടുത്ത് കോട്ട് ചെയ്തത്. ഓക്കെ, സോ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ബർത്ത് സർട്ടിഫിക്കറ്റുകൾ ഇല്ല, ദെൻ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, ദെൻ മൈഗ്രേഷൻ ആണ് മറ്റൊരു ഇഷ്യൂ. ഒരുപാട് പേര് പുറത്ത് പണിയെടുക്കുന്നവരുണ്ട്. കേരളത്തിൽ അടക്കം വന്ന് നിൽക്കുന്ന ഭായിമാരുണ്ട്, നമ്മുടെ ബയ്യമാരുണ്ട്. അവരെല്ലാവരും ഇനി തിരിച്ചു വരണം. കാരണം ഒരു മാസമേ സമയമുള്ളൂ. ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു ചെന്നില്ലെങ്കിൽ ഇവർ പുറത്തായി പോകും. ഇവർ സിറ്റിസൺ ആണ്, പക്ഷെ മൈഗ്രന്റ് ആണ് എന്ന് വെച്ചിട്ട് ഇവർ ഇലക്ഷൻ പ്രോസസ്സിന്റെ പുറത്തേക്ക് പോവോ? സോ ഇവിടെ ഈ ആർട്ടിക്കിളിൽ പെർട്ടിക്കുലർലി പറയുന്നത് ഇത് പെർട്ടിക്കുലർലി ഈ ഇന്റൻസീവ് റിവിഷൻ പ്രോസസ് എന്ന് പറയുന്നത് NRCയുടെ, അതായത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസണിന്റെ ഒരു ഇലക്ഷൻ കമ്മീഷൻഡ് വെർഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റൊരു മിനിസ്ട്രി ആണല്ലോ. സോ ഇത് ഇലക്ഷൻ കമ്മീഷൻ ഇൻഡ്യൂസ്ഡ് ആയിട്ട് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. അല്ലാണ്ട് ഇത് ഇലക്ഷൻ കൃത്യമായിട്ട് നടത്താനായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ത്വര കാരണം ഉണ്ടായ കാര്യമെന്നല്ല എന്നാണ് ഇവര് വിമർശിക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ രണ്ട് വിമർശനങ്ങളും എടുക്കാം. ഒന്നാമത്തെ വിമർശനം ഏതാണ്? UPSCയുടെ പെർസ്പെക്റ്റീവില് അവർക്ക് കൃത്യമായ ഡോക്യുമെന്റുകൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ ഒന്നും ആ ലിസ്റ്റിലില്ല. രണ്ടാമത്തെ കാര്യം ഏതാണ്? മൈഗ്രന്റ് ആൻഡ് സ്റ്റുഡൻസ്. മനസ്സിലായോ? ദെൻ ടൈം, ദെൻ ദ പ്രോസസ്സിന്റെ ടൈം എത്ര മണിക്കൂർ, എത്ര ദിവസമാണ്? ഒരു മാസമാണ്. അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഇതിൽ ഉൾപ്പെടാത്തവർക്ക് ഒബ്ജക്ഷന് വേണ്ടിയിട്ട് ഒരു മാസം കൂടി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 മാസമാണ് ടോട്ടൽ കാലാവധിയുള്ളത്. ഈ 2 മാസത്തിനുള്ളിൽ കണക്ക് പ്രമാണം 4.8 കോടി ആളുകൾ എന്ത് ചെയ്യണം? ഇലക്ഷൻ റിവൈസ് ചെയ്യണം, ഇലക്ടറൽ റോള് റിവൈസ് ചെയ്യണം. സോ ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ. അത് എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നാണ് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത്. നാളെയാണ് ജൂൺ 10 നാളെ. അപ്പൊ ജൂൺ 10 സുപ്രീം കോടതി ഈ വിധി എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ കേസ് പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇതിനെ എതിർത്തുകൊണ്ടാണ് പറയുന്നത്. സോ എന്താവും നോക്കാം. നാളത്തെ 11-ാം തീയതിയിലത്തെ പത്രമൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള പത്രം ആയിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇൻ കേസ് സുപ്രീം കോടതി കേസ് മാറ്റി വെച്ചില്ല എങ്കിൽ രസകരമായിട്ടുള്ള വിധികൾ പുറപ്പെടുവിക്കാനായിട്ടും UPSC പെർസ്പെക്റ്റീവിലൊക്കെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാകും. ഓക്കെ, ആചാര്യ സാറിന്റെ ആർട്ടിക്കിളിൽ എത്തിയപ്പോഴേക്കും നിശ്ചിതമായ ഇലക്ഷൻ കമ്മീഷനെ അദ്ദേഹം വിമർശിക്കുകയാണ്. അദ്ദേഹം എന്താ പറയുന്നത്? ദ ഇലക്ഷൻ കമ്മീഷൻ ഡസ് നോട്ട് ഹാവ് എനി അൺഫെറ്റേർഡ് പവർ. അൺഫെറ്റേർഡ് ആയിട്ടുള്ള പവറുകൾ ഒന്നും ഇലക്ഷൻ കമ്മീഷൻ ഇല്ല. നോ വൺ ഈസ് എബവ് ദ ലോ. ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും കൃത്യമായിട്ട് ലോ എബവ് ചെയ്യണം. അബ്സല്യൂട്ട് പവേഴ്സ് ആർക്കും കൊടുത്തിട്ടില്ല. അദ്ദേഹം അവിടെ പറയുന്ന കാര്യമാണ്. ആ ആർട്ടിക്കിള് പറഞ്ഞിരിക്കുന്ന മേജർ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 16 മുതൽ സെക്ഷൻ 21 വരെ. സെക്ഷൻ 21 ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു. എന്താണ്? 4 കാര്യങ്ങളിലാണ്, 4 ടൈമിലാണ് അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? ഇലക്ഷൻ കമ്മീഷന് ഇലക്ട്രൽ റോള് റിവൈസ് ചെയ്യാൻ പറ്റുന്നത് സെക്ഷൻ 21 പ്രകാരം. ഓക്കെ, അദ്ദേഹം ഇവിടെ ഒരു കേസ് ലോ കോട്ട് ചെയ്യുന്നുണ്ട്. ആ കേസ് ലോ പെർട്ടിക്കുലർലി മൊഹേന്ദർ സിംഗ് ഗിൽ വേഴ്സസ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ 1978 കേസാണ്. ആ കേസ് എന്താ പറയുന്നത് നോക്കാം. ആ കേസ് പെർട്ടിക്കുലർലി പറയുന്നത് 1978 ഇലക്ഷൻ നടന്ന് വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ട് ഇലക്ഷൻ നടന്ന് വോട്ട് ശേഖരിച്ചതിനു ശേഷം ഇലക്ഷൻ ബാലറ്റ് പൊട്ടിക്കുന്നതിന് മുൻപ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇലക്ഷൻ റിഗിംഗ് നടന്നിട്ടുണ്ട്, ഇലക്ഷൻ മാൽ പ്രാക്ടീസസുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വീണ്ടും ചില ബൂത്തുകളിൽ ഒന്നും കൂടി ഇലക്ഷൻ നടത്തണം. സോ മൊഹീന്ദർ സിംഗ് ഇതിനെതിരെ കോടതിയിൽ പോയിട്ട് പറഞ്ഞു, ആരാണ് ഈ ഇലക്ഷൻ കമ്മീഷന് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താനായിട്ടുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്? എവിടെയെങ്കിലും അധികാരം പറയുന്നുണ്ടോ? കോടതി മൊഹീന്ദർ സിംഗിനോട് പറഞ്ഞു, മൊഹീന്ദർ സിംഗെ, ആർട്ടിക്കിൾ 324 പ്രകാരം ഇവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് തിരിഞ്ഞിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞു, ചീഫ് ഇലക്ഷൻ കമ്മീഷണറോട് പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷണറെ ശരിയാണ്, നിങ്ങൾക്ക് അധികാരമുണ്ട്, പക്ഷേ അത് അബ്സല്യൂട്ട് പവർ അല്ല. നിങ്ങൾ ജുഡീഷ്യറിക്ക് താഴെയാണ്. നിങ്ങൾ ഇന്ത്യയിൽ ഏതെങ്കിലും നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ നിയമത്തിനെ എബൈഡ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഒരിക്കലും എബവ് ദ ലോ അല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഹെഡിങ്ങിന് പേര് തന്നെ കൊടുത്തത് അൺഫെറ്റേർഡ് പവർ. അൺഫെറ്റേർഡ് അല്ല നമ്മളുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റൂൾ ഓഫ് ലോ ആണ് എല്ലാത്തിനും എബവ് ആയിട്ട് നിൽക്കുന്നത്. സോ ഈ ഒരു കേസിലോ ഓർത്തു വെച്ചിരിക്കുക, മൊഹിന്ദർ സിംഗ് ഗിൽ വേഴ്സസ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. എന്താ പറഞ്ഞ അബ്സല്യൂട്ട് അല്ല. കാരണം നിങ്ങൾ ഏതെങ്കിലും ലോസ് എബൈഡ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് എബൈഡ് ചെയ്യാനായിട്ട് ബാധ്യതയാണ്. ട്രാൻസ്പെറൻസി ഒക്കെ ഓക്കെ, ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അത് എബവ് ദ ലോ ആവാനായിട്ട് പാടില്ല. നിങ്ങൾ ജുഡീഷ്യറിക്ക് കീഴിലാണ്, ലോസ് എബൈഡ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് വേണം ഇലക്ഷൻ നടത്താനായിട്ട്. നിങ്ങൾ ചെയ്തതൊക്കെയാണ്, റീ ഇലക്ഷൻ നടത്താൻ, ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട് റീ ഇലക്ഷൻ നടത്താൻ കുഴപ്പമില്ല, പക്ഷേ എബവ് ദ ലോ ആയി മാറരുത്. ഇതാണ് ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. തേർഡ് ആർട്ടിക്കിൾ ഒരു ചെറിയ ന്യൂസ് ആയിരുന്നു, ഹോൺബില്ലിനെ കുറിച്ചിട്ടാണ്. ഹോൺബില്ലിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മലമുഴക്കി വേഴാമ്പലുകളെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു, ഒരു ന്യൂസ് ആയിരുന്നു. അപ്പൊ നമുക്ക് മലമുഴക്കി വേഴാമ്പലുകൾ എന്താണ് എന്നൊന്ന് ബ്രീഫ്ലി ഡിസ്കസ് ചെയ്തിട്ട് പോകാം. 3 തരത്തിലുള്ള വേഴാമ്പലുകളാണ് ഇന്ത്യയിൽ കാണാറുള്ളത്: ഗ്രേറ്റ് ഹോൺബിൽ, റെതഡ് ഹോൺബിൽ ആൻഡ് റുഫോസ് നെക്ഡ് ഹോൺബിൽ. ഇങ്ങനെ 3 ഹോൺബില്ലുകളാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ട് കാണാറുള്ളത്. ട്രോപ്പിക്കൽ റീജിയനിലും ടെമ്പറേറ്റ് റീജിയനുകളിലുമാണ് ഈ വേഴാമ്പലുകൾ കൂടുതലായിട്ട് കാണാറുള്ളത്. കേരളത്തിൽ എവിടെയാണ്? വെസ്റ്റേൺ ഗട്ട്സ് ഇതിന്റെ ഒരു ഏരിയയാണ്. പെർട്ടിക്കുലർലി നമ്മളുടെ വെസ്റ്റേൺ ഗട്ട്സ്, ദെൻ അരുണാചൽ പ്രദേശ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഹോൺബിൽസ് കൂടുതലായിട്ട് കാണാറുണ്ട്. ഇനി ഇതിന്റെ നമ്മളുടെ എന്ത് കാണണം? ഒരു സ്പീഷീസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണം? സ്പീഷീസ് എന്താണ്, അതിന് എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ? ഈ ഗ്രേറ്റ് ഹോൺബിൽ, റെതേർഡ് ഹോൺബിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനഃപ്പാഠമാക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കേട്ടുവിട്ടാൽ മതി. ഇങ്ങനെ 3 തരം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ത്, അതിന്റെ ത്രട്ടൺ എത്രയാണ്, അത് ഇപ്പോ അബണ്ടന്റ് ആയിട്ട് ഉണ്ടോ അല്ലെങ്കിൽ അതിനെ റെസ്ട്രിക്റ്റഡ് ആണോ അത്. സോ IUCN കൺസർവേഷൻ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ IUCN കൺസർവേഷൻ സ്റ്റാറ്റസ് പ്രകാരം നമ്മളുടെ ഈ ഹോൺബില്ല്, വേഴാമ്പലുകൾ എന്താണ്? ഗ്ലോബലി ത്രട്ടേൺഡ് സ്പീഷീസ് ആണ്, അല്ലെങ്കിൽ നിയർ ത്രട്ടേൺഡ് സ്പീഷീസ് ആണ്. മനസ്സിലായോ? നിയർ ത്രട്ടേൺഡ് ആയിട്ടുള്ള സ്പീഷീസുകളാണ് ഈ വേഴാമ്പലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത് കൂടാണ്ട് നമ്മളുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഷെഡ്യൂൾഡ് 1 ഇതിനെ പരാമർശിക്കുന്നുണ്ട്. ഷെഡ്യൂൾഡ് 1 ഉൾപ്പെട്ട സ്പീഷീസ് ആണ് എന്ത്, ഈ വേഴാമ്പലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ത്രട്ടൻഡ് സ്പീഷീസ് ആണെന്ന് മനസ്സിലാക്കുക. എവിടെയാണ് റീജിയൻ പെർട്ടിക്കുലർലി ടെമ്പറേറ്റ് ആൻഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് നമുക്കറിയാം എവിടെയാണ്, നമ്മുടെ വെസ്റ്റേൺ ഘട്ടും ബാക്കിയുള്ള സ്ഥലങ്ങളുമാണ്. ദെൻ അതുകൂടാതെ ടെമ്പറേറ്റ് ക്ലൈമറ്റുകളിലും ഇതിനെ കണ്ടുവരാറുണ്ട്. ഓക്കെ, ഇതാണ് പെർട്ടിക്കുലർലി നമ്മളുടെ വേഴാമ്പലുകളെ കുറിച്ചുള്ള ന്യൂസ്. ദെൻ The fourth article is related to Financial Action Task Force. നമ്മൾ ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ കുറിച്ചിട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം, മറന്നു പോയിട്ടുണ്ടാകും, പലരും ചിലപ്പോൾ പുതിയതായിട്ട് കേൾക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് അത് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത് 1989 എന്തിനു വേണ്ടിയിട്ടാണ് അന്ന് ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത്? ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ബോഡിയാണ്, ഗവൺമെന്റുകളുടെ ഒരു സംഘടനയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. പെർട്ടിക്കുലർലി ഇത് പെർട്ടിക്കുലർലി മണി ലോണ്ടറിങ് തടയുന്നതിന് വേണ്ടിയിട്ട്, കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സുകൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാണ് 1989 പാരീസിൽ വെച്ചിട്ടാണ് ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു G7 മീറ്റിംഗിന്റെ ഇടയിലാണ്, G7 മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് പുതിയൊരു സംഘടന കൂടി, പുതിയൊരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ കൂടി 1989 എന്നാണെന്ന് മനസ്സിലാക്കുക. 1989 എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മണി ലോണ്ടറിങ് തടയാൻ വേണ്ടിയിട്ട്. ദെൻ 2001 9/11 അറ്റാക്കിന് ശേഷമാണ് ഗ്ലോബൽ ടെററിസ്റ്റിന് വേണ്ടിയിട്ട് ഫിനാൻസ് ചെയ്യുന്നവര് എങ്ങനെയാണ് ഫിനാൻസ് ചെയ്യുന്നത്? കാശ് SBIയുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടാണോ കൊടുക്കുന്നത്? ഇന്ന് ടെററിസ്റ്റ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് SBIയുടെ അക്കൗണ്ടിൽ ചെറിയപ്പള്ളി ബ്രാഞ്ചിൽ ഒരു ശാഖ ഉണ്ടാവും എന്ന് പറയും? ഇല്ല. ഇവര് യൂസ് ചെയ്യുന്നത് ഈ മണി ലോണ്ടറിങ് മെത്തേഡ് തന്നെയാണ്.
മനസ്സിലായോ? കള്ളപ്പണം തന്നെയാണ് എങ്ങടേക്ക് പോകുന്നത്? ടെററിസ്റ്റ് ഓർഗനൈസേഷന് ഫണ്ടിങ് ആയിട്ട് പോകുന്നത്. കൂടാതെ വേറെ എന്തിനു കൂടി പോകുന്നുണ്ട്? ദെൻ ഡ്രഗ് കാർട്ടലുകളിലേക്ക് പോകുന്നുണ്ട്. ഈ നമ്മൾ ഇന്നലെ രണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് ചുറ്റുമുള്ള ഡ്രഗ് കാർട്ടലുകൾ ഏതൊക്കെയാണ്? ദ ഗോൾഡൻ ക്രസന്റ് ആൻഡ് ഗോൾഡൻ ട്രയാങ്കിൾ. ഗോൾഡൻ ക്രസന്റ് എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ റീജിയൻ. ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴോ മ്യാൻമാർ അടക്കമുള്ള ഇന്തോനേഷ്യ അങ്ങനെയുള്ള റീജിയൻ, ഇന്തോനേഷ്യ അല്ല മ്യാൻമാർ തായ്ലൻഡ് അടക്കമുള്ള റീജിയനുകളെയാണ് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒപ്പിയം അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ ഇവർ സെല് ചെയ്യുന്നത് എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട് തരാനാണോ പറയുന്നത്? അല്ല, അതും നടക്കുന്നത് മണി ലോണ്ടറിങ് വഴിയാണ്, അല്ലെങ്കിൽ കള്ളപ്പണം കൊണ്ടാണ്, പൈസ ലോണ്ടർ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ട്രേഡുകൾ നടക്കുന്നത്. ഇല്ലിസിറ്റ് ട്രേഡുകൾ എല്ലാത്തിലേക്കും അവസാനം ചെന്നെത്തുന്നത്, ഇല്ലിസിറ്റ് ട്രേഡിൽ കൂടി കിട്ടുന്ന പണങ്ങളെല്ലാം ചെന്നെത്തുന്നത് എവിടെയാണ്? ആയുധ വ്യാപാരത്തിലും പെർട്ടിക്കുലർലി ടെററിസത്തിലേക്കുമാണ്. സോ ടെററിസത്തെ തടയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പണത്തിന്റെ ലഭ്യത കുറയ്ക്കണം. അത് നമുക്ക് 2001 9/11 മനസ്സിലായി. സോ നമ്മൾ എന്ത് പറഞ്ഞു ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോട്? നിങ്ങൾ ഈ ടെറർ ഫിനാൻസിനെ കൂടി കൈകാര്യം ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ഈ ടെറർ ഫിനാൻസ് കൂടി ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലേക്ക് വരുന്നത്. ഇന്ത്യ 2006 ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ ഒരു ഒബ്സർവർ ആയിട്ട് ജോയിൻ ചെയ്തു, ഒരു ഒബ്സർവർ ആയിട്ട് കയറി. എന്നിട്ട് എന്ത് സംഭവിച്ചു? 2010 ആയപ്പോഴേക്കും ഒരു ഫുൾ മെമ്പർ ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെയാണ് ഇന്ത്യയും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സുമായിട്ടുള്ള ബന്ധം. ഓക്കെ, പിന്നെ എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ഇതിൽ രണ്ട് ലിസ്റ്റുകൾ ഉണ്ട്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് രണ്ട് ലിസ്റ്റുകൾ പുറപ്പെടുവിക്കും. എന്താണ് രണ്ട് ലിസ്റ്റുകൾ? ഒന്ന് ഗ്രേ ലിസ്റ്റും രണ്ട് ബ്ലാക്ക് ലിസ്റ്റും. അതായത് ഒരു കൺട്രി ഫിനാൻസ് ടെററിസത്തിന് വേണ്ടിയിട്ട് പണം കൈമാറുന്നുണ്ട്, അല്ലെങ്കിൽ മണി ലോണ്ടറീസിന്റെ ഇൻസ്ട്രക്ഷനുകളൊന്നും പാലിക്കുന്നില്ല എന്ന് നോക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവരെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. സോ ഇവര് നമ്മളുടെ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് മോണിറ്ററിംഗിന് വേണ്ടിയിട്ട് ഇവരെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അതിനുശേഷം അവർ വീണ്ടും അതൊന്നും പാലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. ഈ ഗ്രേ ലിസ്റ്റിലും ബ്ലാക്ക് ലിസ്റ്റിലും പറ്റിക്കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് ഫിനാൻഷ്യൽ സാങ്ഷനുകൾ വരും. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലെ മറ്റ് കൺട്രികളുമായിട്ട് ട്രേഡ് ചെയ്യുന്നതിനും എക്കോണമിക് റിലേഷൻ ചെയ്യുന്നതിനും ദെൻ പണമിടപാടുകൾ നടത്തുന്നതിനും അവർക്ക് സാങ്ഷനുകൾ വരും. മനസ്സിലായോ? ഇമ്പോർട്ടിന് സാങ്ഷൻ വരും. അങ്ങനെയുള്ള ഡിഫറെന്റ് ഫിനാൻഷ്യൽ ആൻഡ് എക്കോണമിക് റെസ്ട്രിക്ഷനുകൾ അവരുടെ മുന്നിൽ വെക്കും. കാരണം അവര് കൃത്യമായിട്ട് ഈ ടെററിസം തടയുന്നതിനുള്ള പ്രക്രിയകൾ എടുക്കുന്നില്ല. ഒരുപാട് കൺട്രീസ് അങ്ങനെ ഗ്രേ ലിസ്റ്റിലും ബ്ലാക്ക് ലിസ്റ്റിലും പെട്ടിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ പെട്ടിരുന്ന ഒരു കൺട്രി ആയിരുന്നു, പിന്നീട് അവർ മാറി. ദെൻ മ്യാൻമർ ബ്ലാക്ക് ലിസ്റ്റിൽ വന്നിരുന്ന കൺട്രി ആയിരുന്നു, ദെൻ അവർ ഗ്രേ ലിസ്റ്റിലേക്ക് ചുരുങ്ങി, വീണ്ടും അവർ ഗ്രേ ലിസ്റ്റിലേക്ക് വീണ്ടും കയറി വന്നു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. ദെൻ അങ്ങനെ ഒരുപാട് കൺട്രീസ് ഈ ടെററിസത്തെ മെയിൻലി ഫണ്ട് ചെയ്യുന്ന പല കൺട്രീസിനെയും ഇവര് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രേ ലിസ്റ്റിലേക്കും ബ്ലാക്ക് ലിസ്റ്റിലേക്കും ഇടും. ഇതാണ് ഇവരുടെ ഒരു ടോട്ടൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇവർക്ക് പെർട്ടിക്കുലർലി ഒരു സെക്രട്ടേറിയറ്റോ ഹെഡ് ക്വാർട്ടേഴ്സ് ഇല്ല. പാരീസിലാണ് ഇവർ സ്ഥാനം ചെയ്യുന്നത്. നമ്മളുടെ ഓർഗനൈസേഷൻ ഓഫ് എക്കോണമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഹെഡ് ക്വാർട്ടേഴ്സിലായിട്ടാണ് ഇവര് സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിരിക്കുന്നത്. സോ നമുക്ക് പെർട്ടിക്കുലർലി പറയുമ്പോൾ പാരീസ് ആണ് അല്ലെങ്കിൽ ഫ്രാൻസ് ആണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പെർട്ടിക്കുലർലി അവർക്ക് സ്വന്തമായിട്ടൊരു ഏരിയ എടുത്തിട്ട് ഒരു സെക്രട്ടേറിയറ്റ് അവർ രൂപീകരിച്ചിട്ടില്ല. കാരണം ഇവരുടെ ഉദ്ദേശം ഇവർ ടോട്ടലി ഡിജിറ്റൽ വേൾഡിൽ നടക്കുന്ന ഒരു കാര്യമാണല്ലോ. സോ ഇന്നത്തെ ന്യൂസിൽ എന്താ ഇവർ പറയുന്നത്? ഇന്നത്തെ ന്യൂസിൽ പറയുന്നത്, അതായത് ടെറർ അറ്റാക്കിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഓൺലൈൻ പേയ്മെന്റ് സർവീസുകൾ ഇവര് യൂട്ടിലൈസ് ചെയ്തു, ടെറേഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ ഡിജിറ്റൽ എക്കോണമിക്ക് ഒരു ത്രെട്ട് കൂടിയിട്ടാണ് ഇവർ പറഞ്ഞു വെക്കുന്ന കാര്യം. മനസ്സിലായോ? ടെററിസ്റ്റുകൾ നമ്മുടെ ഓൺലൈൻ പേയ്മെന്റുകളെ യൂട്ടിലൈസ് ചെയ്തിട്ട് പല പണമിടപാടുകളും നടത്തുന്നുണ്ട്. അത് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഓക്കെ, പിന്നെ എന്താണ് ചെയ്യുന്നത്? VPN യൂസ് ചെയ്തിട്ട് ഇവർ പണമിടപാടുകൾ നടത്തും. മറ്റു കൺട്രീസിലേക്കുള്ള പണമിടപാടുകൾ VPN യൂസ് ചെയ്തുകൊണ്ട് ഇവർ ചെയ്യും. സോ അതെല്ലാം നമ്മളുടെ എക്കോണമിക്കും നമ്മളുടെ ഇന്റേണൽ സെക്യൂരിറ്റിക്കും ത്രെട്ടാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നമുക്കിനി തേർഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. തേർഡ് അല്ല, ഫിഫ്ത് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫിഫ്ത് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പോർഷൻ ആണ്. എഡിറ്റോറിയലിലെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കുറഞ്ഞ ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഫിഫ്ത് പൊസിഷനിലേക്ക് വെച്ചത്. ഇത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അലോക്കേഷനുകൾ എങ്ങനെയാണ്,
അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ ഒരു പ്രൈവറ്റ് സെക്ടറിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കീം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റിസർച്ച് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്കീം, RDI സ്കീം. സോ അതിൽ പ്രൈവറ്റ് മെമ്പേഴ്സ്, അതായത് പ്രൈവറ്റ് ഓർഗനൈസേഷനുകൾ, പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭാഗഭാക്കുകളാക്കും. ഇവർക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് ലോണുകൾ കൊടുക്കും. മനസ്സിലായോ? എന്തിനു വേണ്ടിയിട്ടാണ്? റിസർച്ച് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഒരു RDIയുടെ ഒരു പുതിയ സ്കീം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് പണം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നമ്മളുടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പണങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ പോളിസി വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് GDPയുടെ 0.7% മാത്രമേ ഉള്ളൂ. 0.7% മാത്രമേ ഉള്ളൂ. ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് നമ്മൾ പൈസ മുടക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഉദ്ദേശം? നമുക്ക് പുതിയ ഇന്നോവേഷനുകൾ വരണം. മനസ്സിലായോ? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സാധനത്തിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്നോവേറ്റ് ചെയ്യണം. അതിന് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യണം. ഏറ്റവും കൂടുതൽ ലോകത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്ന ഒരു രാജ്യം ഏതാണെന്ന് പറയാൻ പറ്റും? അമേരിക്കയാണോ? UK ആണോ? ജപ്പാനാണോ? ഏത് രാജ്യമായിരിക്കും? സൗത്ത് കൊറിയയാണ്. സൗത്ത് കൊറിയയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് സാംസങ്. സാംസങ് ഈവൻ അവിടുത്തെ എൻവിറോൺമെന്റൽ പേപ്പറുകൾക്ക് പോലും ഫണ്ട് ചെയ്യുന്നുണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് അവർ, എനിക്ക് തോന്നുന്നു 5%, 5% അടുത്ത് സൗത്ത് കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മാത്രം ചെലവഴിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഈ 0.7 എന്ന് പറയുന്നത് നല്ലതാണോ ചീത്തയാണോ? തീർച്ചയായിട്ടും ചീത്തയാണ്. കാരണം റിസർച്ചിന് വേണ്ടിയിട്ട് ഇന്ത്യ ഒരുപാട് പണം, മിനിമം ഒരു 2 to 3% എങ്കിലും നമ്മൾ റിസർച്ചിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് ചെലവഴിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഒരു ലോകരാഷ്ട്രങ്ങളിലേക്ക് നമ്മളുടെ റിസർച്ചിന്റെ കാര്യങ്ങളെല്ലാം എത്തുകയുള്ളൂ, ഡെവലപ്മെന്റ് ഒക്കെ എത്തുകയുള്ളൂ. കഴിഞ്ഞ ദിവസമല്ല, 2-3 മാസങ്ങൾക്ക് മുന്നേ നമ്മളുടെ പീയൂഷ് ഗോയൽ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെക്ഷനിൽ ഡീപ് ടെക്നോളജിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആ ആർട്ടിക്കിളിലും പറയുന്നുണ്ട് നമ്മുടെ പീയൂഷ് ഗോയൽ പറഞ്ഞ കാര്യം. അതായത് ചൈനയെ നോക്കൂ, ചൈന എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? അവരുടെ ടെക്നോളജിയിലാണ്, റോബോട്ടിക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ടെക്നോളജി ഫീൽഡ്, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അങ്ങനെയുള്ള ഇന്നോവേഷൻസുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഇവിടെ ആണെങ്കിലോ ജിഗ് എക്കോണമിക്ക് വേണ്ടിയിട്ടുള്ള, സർവീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എന്റർപ്രണേഴ്സ് ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ സൊമാറ്റോ, ഓല, അങ്ങനെയുള്ള സർവീസ് സെക്ടറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇന്നോവേഷനുകളും എന്റർപ്രണർഷിപ്പുകളും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചൈന പോലെയുള്ള, സൗത്ത് കൊറിയ പോലെയുള്ള കൺട്രീസിൽ എങ്ങനെയാണത്? ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തുകൊണ്ടാണ് റോബോട്ടിക്സ്. മനസ്സിലായി? ഇന്ത്യയിൽ ഇത്രയും IIMസും IITസും ഉണ്ടായിട്ടും, ഇത്രയും പണം കൊടുത്ത് പഠിക്കുന്നവരും ബുദ്ധിയുള്ളവരും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു ChatGPT പോലെ ഒരു പ്രമുഖമായ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വരാത്തെ? ചൈനയ്ക്ക് DeepSeek ഉണ്ട്, ഗ്രോക്ക് ഉണ്ട്, USA ChatGPT ഉണ്ട്. സോ അങ്ങനെ ഒരു സിസ്റ്റം ഇന്ത്യയിലെ 150 കോടി ജനങ്ങളിൽ നിന്ന് ഒരാൾ പോലും കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് പറയുമ്പോൾ പറയാം ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ഇന്ത്യക്കാരായിട്ടുള്ളവരാണ് എന്ന് പറയുമ്പോഴും ഇന്ത്യയിൽ നിന്ന് അത് വരാത്തത് എന്തുകൊണ്ടാണ്? അതിനെല്ലാവർക്കുള്ള ഉത്തരവാണ് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ലോ ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സോ നമ്മൾ ഈ 0.7%-ൽ നിന്ന് ഒരുപാട് ഇൻക്രീസ് ചെയ്യാനുണ്ട്. മിനിമം 2% അല്ലെങ്കിൽ 2 to 3% വരെ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യണം. സോ എന്തൊക്കെയാണ് ഇവിടെയുള്ള പ്രശ്നങ്ങൾ? ഒന്ന്, ഫണ്ട് കുറവാണ്. ദെൻ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കാതെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനുള്ള ഒരു എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെയുള്ള നല്ല ബ്രെയിനുകൾ, തലയുള്ളവന്മാരെല്ലാം പുറത്തേക്ക് പോകും. മനസ്സിലായോ? US അടക്കമുള്ള രാജ്യങ്ങളിൽ, സിലിക്കൺ വാലീസിൽ, അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ റിസർച്ച് ചെയ്യാനായിട്ടും അവരുടെ എക്കോണമി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. സോ നമ്മളുടെ ഇവിടുത്തെ ബ്രെയിനുകൾ ഡ്രെയിൻ ആയി പോവുകയാണ്. പിന്നെയുള്ള വേറെ പ്രശ്നം എന്തൊക്കെയാണ്? ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ മറ്റൊരു പ്രോബ്ലം. നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പോ PhD-കാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരുണ്ട്, PhD റിസർച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവരുടെ എല്ലാം ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഓരോ യൂണിവേഴ്സിറ്റിയുടെയും കീഴിൽ റിസർച്ച് ചെയ്യുന്നവരുടെ എണ്ണം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഞെട്ടിപ്പോവും. അത്രയും ആളുകളുണ്ട്. പക്ഷെ ഇവര് എന്തിനു വേണ്ടിയിട്ടാണ്? STEM ടെക്നോളജിയിൽ, STEM മീൻസ് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ റിസർച്ച് ചെയ്യുന്നുണ്ടോ? അതെല്ലാം കുറവാണ്. പക്ഷെ മനസ്സിലായോ? സോ അത് ഒരു പ്രോബ്ലമാണ്. ഫേമസ് ആയിട്ടുള്ളൊരു തമാശ പണ്ടാരോ പറഞ്ഞിട്ടുള്ളത്, റിസർച്ച് ചെയ്യാൻ ചെല്ലിനെ കുറിച്ചിട്ട്, ചെല്ലിയില്ലേ തെങ്ങില്
കുത്തുന്ന ചെല്ലിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യാനായിട്ട് ഒരു PhD സ്കോളർ വന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഗൈഡ് അദ്ദേഹത്തിനോട് ചോദിച്ചു, തെങ്ങിൽ കയറാനായിട്ട് അറിയോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, തെങ്ങിൽ കയറാനായിട്ട് അറിയില്ല. അപ്പൊ തെങ്ങിൽ കയറാനായിട്ട് അറിയാത്ത ഒരാളാണ് തെങ്ങിന് മുകളിൽ ഇരിക്കുന്ന PhDനെ കുറിച്ചിട്ട് നമ്മളുടെ ചെല്ലിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ചെല്ലിനെ കുറിച്ച്, ചെല്ലി എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, തെങ്ങിലൊക്കെ വന്ന് കുത്തുന്ന ഒരു സാധനമാണ്. സോ ആ ഒരു ക്വാളിറ്റി നമുക്കില്ല. ചെല്ലിയുടെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. സോ ഏതൊരു ടെക്നോളജിയിലും അല്ലെങ്കിൽ ഏതൊരു ഏരിയയിലും റിസർച്ചിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള ഒരു ആക്ച്വൽ ക്വാളിറ്റി നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ദെൻ മേജർലി ഫോക്കസ് ചെയ്യാനായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ദെൻ മാത്തമാറ്റിക്സ്, ഈ ഫീൽഡിലുള്ള ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കുകൾ കുറച്ചും കൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ദെൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുകളിൽ ആളുകൾ എടുക്കുന്നതനുസരിച്ച് ഇന്നോവേഷൻ കൂടുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈവസിയെ സംബന്ധിക്കുന്ന കാര്യമാണല്ലോ. സോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് കൂടുന്നുണ്ട് ഒരു രാജ്യത്ത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എടുക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അവിടെ ഇന്നോവേഷനുകൾ കൂടുന്നുണ്ട്, അവർ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. സോ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഗൈഡ് ലൈനുകൾ നമ്മൾ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് ബാരിയറുകൾ കുറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇന്റലക്ച്വൽ റൈറ്റുകൾ കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ വരും. സോ അത് ആർക്ക് ഫേവർ ചെയ്യും? ഈ റിസർച്ച് ചെയ്യുന്നവർക്കും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്യുന്നവർക്കും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ. സോ ഇപ്പൊ കറന്റ് ഇന്ത്യ എന്താ ചെയ്യുന്നത്? ഇന്ത്യ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടി എൻഷുർ ചെയ്യുകയാണ്. അതായത് ഗവൺമെന്റ് മാത്രം ഫണ്ട് ചെയ്യുന്നില്ല, പകരം ആര് ചെയ്യുന്നു? ഇൻക്ലൂസീവ് ആയിട്ട് നമ്മളുടെ പ്രൈവറ്റ് ഓണേഴ്സിനെയും അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനെയും ഇൻക്ലൂഡ് ചെയ്യുന്നു. അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് കുറച്ച് പൈസ ലോൺ ആയിട്ട് കൊടുക്കും. മനസ്സിലായോ? ചെറിയ ഇൻട്രസ്റ്റിൽ ലോൺ ആയിട്ട് കൊടുക്കും. ദെൻ അവർക്ക് റിസർച്ച് ചെയ്യാനായിട്ടുള്ള അധികാരങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മളുടെ ന്യൂ ടെക്നോളജി എന്ന് പറയുന്ന റിസർച്ച് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്കീം, RDI സ്കീം. മനസ്സിലായോ? ഇതിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ ആയിട്ടും അവർക്കുള്ള ഇൻസെന്റീവുകളായിട്ടും നമ്മൾ പണം കൊടുക്കും. എന്നിട്ട് അവർ റിസർച്ച് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ്, പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാനായിട്ട്, പുതിയ പ്രൊഡക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ടും ഉള്ള കാര്യങ്ങൾ നോക്കും. പക്ഷേ ഈ ഒരു ആർട്ടിക്കിളിന്റെ, ഈ ഒരു എഡിറ്റോറിയലിന്റെ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇങ്ങനെ പൈസ കൊടുക്കുന്നുണ്ട്, ഓക്കെ, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യണം. ഇപ്പൊ സൗത്ത് കൊറിയയിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്തുകൊണ്ട് മാത്രമാണ് സാംസങ് അടക്കമുള്ള കാര്യങ്ങൾ വലുതായി വരികയും സാംസങ് എന്ന് പറയുന്ന കമ്പനി അവിടെ ഈവൻ എൻവിറോൺമെന്റ് പേപ്പറിന് പോലും എന്ത് ചെയ്യുന്നേ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ഉൾപ്പെടാനായിട്ട് സാധിച്ചു. അതായത് സാംസങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? സാംസങ് ഫോൺ S24 അൾട്ര, 1,00,000 രൂപ, കയ്യിൽ പൈസ ഇല്ല, അതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ സാംസങ് അവിടെ ഗംഭീരമായിട്ട് റിസർച്ച്, ഈവൻ എൻവിറോൺമെന്റ് പേപ്പറിൽ പോലും അവര് പണം മുടക്കി റിസർച്ച് ചെയ്യുന്നവരുണ്ട്. മനസ്സിലായോ? സോ ഞാൻ പറയുന്നത് അതുപോലെയുള്ള ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇന്ത്യയിലും ഉൾപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് പല സ്കീമുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്റ്റെം സ്കീം, അതായത് മേജർ ആയിട്ടുള്ള സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം റിസർച്ച് ചെയ്യുന്നവർക്ക് ഇൻസെന്റീവുകളും പുറത്തു നിന്ന് റിസർച്ച് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ദെൻ വുമൺ സ്റ്റെം സ്കീം എന്ന് പറഞ്ഞിട്ട് സ്റ്റെം പ്ലസ്, സ്റ്റെമ്മിന് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് കൂടി നമുക്കുണ്ട്. ദെൻ ഇപ്പോൾ നമ്മൾ റിസർച്ച് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ അവർക്ക് ലോണുകൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ അഡ്വാൻസുകൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? റിസർച്ച് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ എല്ലാവർക്കും ഈ ലോൺ കൊടുക്കില്ല. അതായത് ടെക്നോളജി റെഡിനെസ് ലെവൽ എന്ന് പറഞ്ഞിട്ട്, അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ടെക്നോളജി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെക്നോളജി റെഡിനെസ് 1 ആണ്. അതായത് ഇനീഷ്യൽ സ്റ്റേജിലേക്കുള്ള R&Dക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു പുതിയ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു R&Dക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കില്ല? നമ്മൾ ഈ ലോണുകൾ പ്രൊവൈഡ് ചെയ്യില്ല. മിനിമം ടെക്നോളജി റെഡിനെസ് ലെവൽ 4 അതായത് 9 ആയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നാണ് ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ പറയുന്നത്. 9 മിനിമം 4 എത്തിയാൽ മാത്രമേ നമ്മൾ ഈ ലോണുകൾ കൊടുക്കുള്ളൂ. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിലേക്കൊന്നും നമ്മൾ പൈസ കൊടുക്കില്ല. അത് അവർ സ്വയം കണ്ടുപിടിച്ച് വന്നിട്ട് അത് നല്ല പ്രൊഡക്റ്റ് ആണെന്ന് സർക്കാരിനും സമൂഹത്തിനും തോന്നിയാൽ മാത്രമേ ഫണ്ട് കൊടുക്കുള്ളൂ. അപ്പൊ പിന്നെ ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഫണ്ട് കൊടുക്കേണ്ട ആവശ്യം താരതമ്യേന കുറവാണ്. കാരണം എന്താണ്? അപ്പൊ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ വരും. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളുടെ പ്രത്യേകത എന്താണ്? വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ ഈ പ്രൊമിനന്റ് ആയിട്ടുള്ള കമ്പനീസിനെ, ഇങ്ങനെയുള്ള കമ്പനീസിനെ ഫണ്ട് ചെയ്തിട്ട് അവർക്ക് പണം കൊടുക്കും. മനസ്സിലായോ? എന്നിട്ട് അവർ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കും. പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതവർ ഹോൾഡ് ചെയ്യും? ഇല്ല. ആ പൈസ അവർ പിൻവലിച്ചിട്ട് ഈ കമ്പനിയിലുള്ള ഷെയർ വിൽക്കും.
വേറെ ആരെങ്കിലും നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ അടുത്ത വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വെഞ്ചർ കമ്പനിയിലേക്ക് പോയി ഇൻവെസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകാർ പൈസ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? സോ റെഡിനെസ് ലെവൽ 4 എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകാർ വന്ന് പൈസ കൊടുത്തോളൂ അവർക്ക്. സോ അവിടെ പൈസയുടെ കാര്യമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എവിടെയാണ്? ഏർലി സ്റ്റേജിലാണ്. ഏർലി സ്റ്റേജിലെ ഈ സ്റ്റെം പോലെയുള്ള ടെക്നോളജികൾ ഏർലി സ്റ്റേജിൽ നമുക്ക് റിസർച്ച് ചെയ്യാനായിട്ടും ഡെവലപ്മെന്റ് ചെയ്യാനായിട്ടുമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. സോ വാട്ട് ആർ ദ സൊല്യൂഷൻ? സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി അക്കാഡമിയ ബ്രിഡ്ജ്. അതായത് നമ്മൾ അക്കാഡമിക്സിൽ ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രബന്ധങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നില്ല. കാരണം എന്താണ്? അതിന്റെ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല. നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പറയും എഡ്യൂക്കേഷൻ സ്കിൽ കണ്ടിന്യൂയം. ജോലി കിട്ടാനായിട്ട് എന്ത് വേണം? എഡ്യൂക്കേഷൻ മാത്രം പോരാ, സ്കില്ല് കൂടി വേണം. സോ അതേപോലെ ഇവിടെ പറയുകയാണ് അക്കാഡമിക് റിസർച്ചുകൾ മാത്രം പോരാ, അത് ഇൻഡസ്ട്രിയിലേക്ക് കണക്ട് ചെയ്ത് ഒരു ഇൻക്ലൂസീവ് ആയിട്ട് നമ്മൾ ചെയ്യണം. ദെൻ സ്റ്റെം ഫോർ ഓൾ, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് ആയിരിക്കണം. ദെൻ ക്വാളിറ്റി നമ്മൾ അഷ്യൂർ ചെയ്യാനായിട്ട് സാധിക്കണം. ദെൻ ഇന്നൊവേഷൻ ഇൻക്യുബേറ്റേഴ്സ്, അതായത് ഇന്നോവേറ്റ് ചെയ്യുമ്പോൾ അവർ ആദ്യമായി നേരിടുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇന്നോവേറ്റേഴ്സ് എന്തൊക്കെയാണ്? അവർക്ക് ലോൺ കിട്ടിക്കൊള്ളണമെന്നില്ല. മനസ്സിലായോ? അവർക്ക് സ്ഥലം കിട്ടിക്കൊള്ളണമെന്നില്ല, അവർക്ക് കൃത്യമായിട്ടുള്ള എംപ്ലോയ്മെന്റുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും ഒരു ഇന്നോവേറ്റേഴ്സിന് പെട്ടെന്ന് ലഭ്യമാകുന്ന സ്ഥലങ്ങളെയാണ് ഇൻക്യുബേറ്റേഴ്സ്. ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് അത് വളരുന്നത്. ഒരു കോഴിക്കുഞ്ഞ് അടയിരുന്ന് ആ ചൂടിൽ വളരുന്നത് പോലെ ഒരു ഇന്നോവേറ്റേഴ്സ് അല്ലെങ്കിൽ എന്റർപ്രണേഴ്സ് വളരണം. അതിനുള്ള സാധ്യതകൾ കൂടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. സോ എന്താണ് നമ്മളുടെ പ്രശ്നം? നമ്മളുടെ പ്രശ്നം 0.7% മാത്രമേ ഉള്ളൂ. അത് നമ്മളൊരു 2%ലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കണം, ബ്യൂറോക്രാറ്റീസിന്റെ ഇത് കുറയ്ക്കണം, ദെൻ ബ്രെയിൻ ഡ്രെയിൻ കുറയ്ക്കണം, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പൈസയും മുടക്കണം. 7%-ൽ നിന്ന് 2%-ൽ എത്തണമെങ്കിൽ പൈസ അതിനനുസരിച്ച് മുടക്കണം. ഇത് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ എക്സലന്റ് ആയിട്ട് നമുക്ക് മാറാനായിട്ടും ഇന്നോവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ലാസ്റ്റ് ആർട്ടിക്കിൾ നാറ്റോനെ കുറിച്ചിട്ടാണ്. ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് സെക്ഷനിൽ നാറ്റോയുടെ മിലിറ്ററി സ്പെൻഡിങ് അവരുടെ ഓരോ കൺട്രീസിന്റെയും GDP-യുടെ 5% ഉയർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു മീറ്റിംഗിലാണ് അങ്ങനെ ഒരു പ്രസ്താവന വന്നത്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. എന്താണ് നാറ്റോ എന്ന് മാത്രം നമ്മൾ ഇവിടെ നോക്കാം. നാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലയൻസ് ആണ്. എങ്ങനെയാണ്? ഒരു മിലിറ്ററി അലയൻസ് ആണ്. മിലിറ്ററി അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു അലയൻസ് ആണ് ഈ നാറ്റോ, അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. എന്താണ് നാറ്റോയുടെ പ്രത്യേകത? നാറ്റോ ഫോം ചെയ്യുന്നത് 1949-ലാണ്. 1949 എന്ന് പറയുമ്പോൾ നമ്മളുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാഷിംഗ്ടൺ ട്രീറ്റി പ്രകാരമാണ് നമ്മളുടെ നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ രൂപപ്പെടുന്നത്. ഇത് യൂറോപ്യന്റെ മേജർ ഭാഗങ്ങളും ചില രാജ്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ ഓസ്ട്രിയ പോലെയുള്ള രാജ്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, ദെൻ സൈപ്രസ് പോലെയുള്ള ചില രാജ്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ യൂറോപ്പിലെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളെല്ലാം ഈ നാറ്റോവില് അംഗങ്ങളാണ്. ഇപ്പൊ നടക്കുന്ന റഷ്യ-യുക്രൈൻ യുദ്ധം പോലും ഈ നാറ്റോവില് നമ്മളുടെ യുക്രൈൻ ജോയിൻ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, സോ നാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വലിയ കക്ഷികളെല്ലാം ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്? ഇതൊരു മിലിറ്ററി അലയൻസ് ആണ്. അതായത് നാറ്റോ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 5 പറയുന്നുണ്ട്, നാറ്റോവിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിട്ട് ഞങ്ങൾ കണക്കാക്കും. അതായത് എന്നെ തല്ലിയാൽ എന്റെ വീട്ടുകാരെ തല്ലുന്നത് പോലെയാണ്. മനസ്സിലായോ? ഇപ്പോ ജർമ്മനിയെ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി ചോദിക്കാൻ ആര് വരും? USA വരും, അല്ലെങ്കിൽ നാറ്റോയിലെ മറ്റ് 32 അംഗങ്ങളും വരും. ഓക്കെ, ഇതാണ് നാറ്റോയുടെ പ്രത്യേകത. സോ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കണം. 1949 ആയി കഴിഞ്ഞപ്പോഴേക്കും കോൾഡ് വാറിന്റെ ഒരു ടൈമാണ്. ലോകം ബൈപോളാർ വേൾഡിലേക്ക് പോകുന്നു. ഒരു സ്ഥലത്ത് USA എന്ന് പറയുന്ന അതികായനായിട്ടുള്ള ആളുകളും അപ്പുറത്ത് സോഷ്യലിസ്റ്റ് കൺട്രി എന്ന് അവകാശപ്പെടുന്ന റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യവും ഉയർന്നു വരികയാണ്. അതൊരു ബൈപോളാർ വേൾഡിലേക്ക് പോവുകയാണ്. സോ
യൂറോപ്പിനെ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ യൂറോപ്പിനെ ഒരു മിലിറ്ററി അലയൻസിലേക്ക് പിടിച്ചു നിർത്തുക എന്നുള്ള ദൗത്യം ആരുടേതായിരുന്നു? നാറ്റോയുടെ ആയിരുന്നു. അതിൽ അവർ വിജയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. സോ യുക്രൈൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള മേജർ കാരണം എന്താണ്? റഷ്യ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള മേജർ കാരണം എന്താണ്? യുക്രൈൻ നാറ്റോയിലേക്ക് ചേരാൻ പോവുകയാണ്. കാരണം റഷ്യയുടെ മടിത്തട്ടില് ഒരു രാജ്യം വരികയാണ്, നാറ്റോയുടെ അംഗമായിട്ടുള്ള ഒരു രാജ്യം. അത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അപ്പോ പല പഴയ പ്രശ്നങ്ങളും കുത്തിപ്പൊക്കിയിട്ട് ഇവര് യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഓക്കെ, ഇതാണ് നാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നാറ്റോവിൽ അവസാനമായിട്ട് ജോയിൻ ചെയ്ത കൺട്രി ഏതാണ്? സ്വീഡൻ ആണ്. 2025 സ്വീഡനാണ് നാറ്റോയിൽ അവസാനമായിട്ട് ജോയിൻ ചെയ്തത്. ദെൻ നാറ്റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നാറ്റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസിലാണ്. ബ്രസൽസ് ഏത് കൺട്രിയിലാണ്? ബ്രസൽസ് ബെൽജിയത്തിലാണ്. സോ നമുക്കൊന്നുകൂടി പറയാം, നാറ്റോ എന്നാണ് രൂപപ്പെടുന്നത്? 1949 നാറ്റോ രൂപപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കോൾഡ് വാർ ടൈമിൽ നമ്മളുടെ ഒരു മിലിറ്ററി അലയൻസ് ആയിരുന്നു. നമ്മളുടെ എല്ലാ യൂറോപ്യൻ ഏരിയയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ സഖ്യകക്ഷികളുടെയും ഒരു മിലിറ്ററി അലയൻസ് ആയിരുന്നു എന്ത്? നാറ്റോ എന്ന് പറയുന്നത്. നാറ്റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബ്രസൽസ് ആണ്. ബ്രസൽസ് എവിടെയാണ്? ബെൽജിയത്തിലാണ്. അവസാനമായിട്ട് നാറ്റോയിൽ ചേർന്ന കൺട്രി ഏതാണ്? നമ്മളുടെ സ്വീഡനാണ്. 32ഓളം കൺട്രികൾ നാറ്റോയിലുണ്ട്. ദെൻ സൈപ്രസ് ചിലപ്പോൾ ചേർന്നേക്കാം. പിന്നെ പുതിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ആരായിട്ട്? സൈപ്രസ് ആയിട്ടുണ്ട്. ഹംഗറി ഉണ്ട്. ഓസ്ട്രിയ ഒരു പ്രശ്നമായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ചില രാജ്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് യൂറോപ്പിന്റെ എല്ലാ ഭാഗങ്ങളും ദെൻ നോർത്ത് അമേരിക്കയുടെ 2 ടീമുകളും അവിടെയുണ്ട്. ഓക്കെ, ഇതാണ് നാറ്റോവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ആർട്ടിക്കിൾ. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ നമ്മൾ ഗസ വാറിനെ കുറിച്ചിട്ടായിരുന്നു, അല്ലെങ്കിൽ പാലസ്തീൻ വാറിനെ കുറിച്ചിട്ടായിരുന്നു. സെക്കൻഡ് ആർട്ടിക്കിൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ട്. ഓക്കെ, 2 ആർട്ടിക്കിളും നമ്മുടെ എഡിറ്റോറിയൽ പോളിസി കൃത്യമായിട്ട് പറയുന്നതാണ്. നമ്മളുടെ UPSC പെർസ്പെക്റ്റീവിലും നമ്മളൊരു മനുഷ്യൻ എന്ന നിലയിലും ഏറ്റവും അടിസ്ഥാനമായിട്ട് നോക്കേണ്ട 2 ആർട്ടിക്കിളുകളാണ്. അതിനുശേഷം നമ്മൾ ഡിഫറെന്റ് ആർട്ടിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. ദെൻ നാറ്റോയെ കുറിച്ചിട്ട് പറഞ്ഞു. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. എന്നാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്തത്? 1989 G7 സബ്മിറ്റിലാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. സോ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയേറെ നന്ദി. താങ്ക് യു.